ബഹുമാനപ്പെട്ട നന്ദേട്ടൻ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ നന്ദേട്ടൻ സംസാരിക്കാൻ പോകുന്നത് വന്ദേമാതരം എന്ന ദേശീയ ഏകതാമന്ത്രത്തിൻ്റെ 150-ാം വാർഷികം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നന്ദേട്ടൻ സംസാരിക്കുന്നത്. ഇന്നേക്ക് 150 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നതിനും 10 വർഷം മുമ്പ് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ രചിച്ച വന്ദേമാതരം എന്ന് പറയുന്ന ദേശഭക്തി ഗാനം, അത് ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ആനന്ദമഠത്തിൻ്റെ ഇതിവൃത്തം ബ്രിട്ടീഷുകാരെ അസ്വസ്ഥമാക്കിയിരുന്നു. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപ ഇതിവൃത്തമായി എഴുതിയ നോവലായിരുന്നു ആനന്ദമഠം. അപ്പോൾ ആനന്ദമഠം പിന്നീട് നിരോധിക്കുകയും ചെയ്തു. ആനന്ദമഠത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരുന്ന വന്ദേമാതരം പിന്നീട് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ആ കാലത്ത് സ്വാമി വിവേകാനന്ദൻ്റെ സമകാലികനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ, അദ്ദേഹം ഈ ഗാനം രചിക്കുന്ന സമയത്ത് തന്നെ, ഏകദേശം ആ സമയത്ത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള റുഡ്യാർഡ് കിപ്ലിംഗ്, അദ്ദേഹം ഒരു കവിത രചിച്ചിരുന്നു. ആ കവിതയുടെ പേര് വൈറ്റ് മാൻസ് ബേർഡൻ എന്നായിരുന്നു. അപ്പോൾ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്ന കവിത അത് ബ്രിട്ടീഷ് ഭരണകൂടം ഏറ്റെടുക്കുന്നു. എന്നിട്ട് അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഗീതം, അല്ലെങ്കിൽ ആന്തം ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസി ആയിട്ട് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. വൈറ്റ് മാൻസ് ബേർഡൻ എന്ന പോയം അവരുടെ പോളിസിയായി മാറ്റിയതുപോലെ ഇവിടെ വന്ദേമാതരം എന്ന കവിത അത് ദേശീയതയുടെ ഗീതമായിട്ട് ഇന്ത്യക്കാരും സ്വീകരിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു മഹാദൗത്യം തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ കവിത പ്രചരിപ്പിച്ചപ്പോൾ മറുഭാഗത്ത് ഇന്ത്യക്കാരുടെ ദേശീയബോധം അതിൻ്റെ ഒരു പ്രകടനമായിട്ട് ഈ വന്ദേമാതരം മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഭാരതമാതാവ് എന്ന സങ്കല്പം, പെർസോണിഫിക്കേഷൻ ഓഫ് മദർലാൻഡ്, അതായിരുന്നു ഈ കവിതയുടെ ഉള്ളടക്കമായി മാറുന്നത്. ഇത് രാജ്യം മുഴുവനും അറിയപ്പെടുന്നത് 1905 ശേഷമാണ്. 1905 ബംഗാൾ വിഭജിച്ചു. ബംഗാൾ വിഭജനത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിൻ്റെ പേര് വന്ദേമാതരം മൂവ്മെൻ്റ് എന്നായിരുന്നു. അന്ന് ബംഗാളിൽ മുഴുവനും മുഴങ്ങിക്കേട്ടത് വന്ദേമാതരമായിരുന്നു. ആ ദിവസം നവംബർ 16 1905 ബംഗാൾ വിഭജനം നടത്തും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് രവീന്ദ്രനാഥ് ടാഗോർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഒരു സ്പെഷ്യൽ രാഖി ബന്ധൻ ഡേ നടത്തണം എന്ന് പറയുന്നു. അങ്ങനെ സ്പെഷ്യൽ രാഖി ബന്ധൻ ഡേ നടത്തുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് രാഖി കെട്ടിക്കൊടുക്കുമ്പോൾ പറയേണ്ട മന്ത്രവും അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നു. ബ്രദർ ലെറ്റസ് ലീവ് ടുഗദർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ രാഖി കെട്ടിക്കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അന്ന് വന്ദേമാതരം പാടിക്കൊണ്ട് ഏകദേശം 10,000-ഓളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ ബംഗാൾ വിഭജനത്തെ എതിർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തുന്നു. അന്ന് സാധാരണ ബംഗാളികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. അത് ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള പ്രാസംഗികൻ ഒരു പ്രത്യേക രീതിയിലാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കാളി ദ മദർ ഗോഡസ് ഓഫ് ഇന്ത്യ, നോ, കാളി ഈസ് മദർ ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. കാളി മാതാവ് നമ്മുടെ ദേവമാതാവാണ്, അല്ല, കാളി മാതാവ് ഭാരതമാതാവ് തന്നെയാണ്. സമ്പത്തെല്ലാം കൊള്ളയടിച്ചു പോയിരിക്കുന്നു. ഈ ദേവതയ്ക്ക് ധരിക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിൽ
രക്തമിറ്റു വീഴുന്ന തലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല അണിഞ്ഞിരിക്കുന്നു കാളിമാതാവിനെ പോലെ ഭാരതാംബ. പട്ടിണിയിലും മഹാമാരിയിലും മരിച്ച ഇന്ത്യക്കാരൻ്റെ തലയെടുത്ത് ഭാരതാംബ മാല അണിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടായിരുന്നില്ല. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ ഭരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഈ വന്ദേമാതരം അല്ലെങ്കിൽ ഈ ബിപിൻ ചന്ദ്രപാലിന് സാധിക്കുന്നു. അപ്പോൾ ഭാരതമാതാവിനെ ഒരു പ്രതീകമാക്കി വെച്ചുകൊണ്ട് വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഗാനം രചിച്ചപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അവർക്ക് കലി കയറുന്ന രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് സ്വരാജ് എന്നുള്ള പദം, രണ്ടാമത്തത് വന്ദേമാതരം എന്ന് പറയുന്ന ഗാനം. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അതേപോലെയായിരുന്നു വന്ദേമാതരം. രണ്ട് കാര്യങ്ങൾ. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ബാലഗംഗാധര തിലക് ഈ കാര്യം പറഞ്ഞപ്പോൾ വന്ദേമാതരം എന്നൊരു പത്രം ആരംഭിച്ച് വന്ദേമാതരത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് ഇവിടെ ബിപിൻ ചന്ദ്രപാലും അതിൻ്റെ എഡിറ്ററായിട്ട് അരവിന്ദ ഘോഷും കിഴക്ക് ഭാഗത്തും പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു വന്ദേമാതരം മൂവ്മെൻറ്റ്. പക്ഷേ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രക്ഷോഭമായിരുന്നില്ല. കാരണം സ്വദേശി ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ഈ പ്രക്ഷോഭം നടത്തണം എന്ന് ബാലഗംഗാധര തിലക് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി പ്രഖ്യാപിച്ച ഗോപാലകൃഷ്ണ ഗോഖലെ അന്ന് പറഞ്ഞിരുന്നത് ബാലഗംഗാധര തിലകൻ രാജ്യസ്നേഹിയല്ല, രാജ്യദ്രോഹിയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ബാലഗംഗാധര തിലകിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത്, Tilak is breeding fire which will ultimately burn the Congress into ashes. He is not a patriot, he is a traitor എന്നായിരുന്നു അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞിരുന്നത്. കാരണം സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്നുള്ള ആ പ്രഖ്യാപനം അത് ബ്രിട്ടീഷുകാരെ അസ്വസ്ഥമാക്കുകയും കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തുകയും ചെയ്തപ്പോൾ വന്ദേമാതരം മൂവ്മെൻറ്റ് ആരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പുറംതിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ യുവാക്കളായിട്ടുള്ള ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ്, ലാലാ ലജ്പത് റായ് തുടങ്ങിയ ആളുകൾ അവർ പ്രത്യേക പാർട്ടി തന്നെ ഉണ്ടാക്കുന്നു, ന്യൂ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്. ആ ന്യൂ നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രക്ഷോഭത്തെ വളരെ മനുഷ്യത്വരഹിതമായിട്ട് അടിച്ചമർത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. തിലകിനെ മാണ്ഡലയിലേക്ക് നാട് കടത്തുന്നു, ബിപിൻ ചന്ദ്രപാലിനെ അറസ്റ്റ് ചെയ്യുന്നു, അരവിന്ദ് ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നു. ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ബ്രിട്ടീഷ് ഭരണകൂടം അടിച്ചമർത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. അന്നത്തെ അവസ്ഥയെക്കുറിച്ച് ബ്രിട്ടീഷുകാരനായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ മോർലി പ്രഭു മിൻഡോ പ്രഭുവിന് ഒരു കത്ത് എഴുതുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് ഇന്ത്യക്കാരോട് പെരുമാറരുത് എന്ന ഒരു അഭ്യർത്ഥനയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്നത്, ഐ ആം വാച്ചിങ് വിത്ത് ഗ്രേറ്റസ്റ്റ് ഡിസ്മേ the thundering sentences that are going on in India in the name of sedition, etc. Remember, we will have to keep order in the country, but excess of severity will take the people not to the road of peace, but to the road of bomb എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ കൂടുതൽ കർക്കശമായി കഴിഞ്ഞാൽ ജനങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലായിരിക്കില്ല, മറിച്ച് ജനങ്ങൾ ബോംബിൻ്റെ പാത തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത് മുന്നറിയിപ്പായിരുന്നു. അത് സംഭവിക്കുന്നു. വന്ദേമാതരം മൂവ്മെൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് കാണുന്നത് ബംഗാൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് നിന്ന് പൊറുക്കാൻ സാധിക്കാത്ത ഒരു പ്രദേശമായിട്ട് മാറുന്നു. കൽക്കട്ടയെക്കുറിച്ച് റെഡ്യാർഡ് കിപ്ലിംഗ് തന്നെ പറയുന്നുണ്ട്, സിറ്റി ഓഫ് ഡ്രെഡ്ഫുൾ നൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഒടുവിൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, 1911
തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നു. അത് ഇന്ത്യക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് നിന്ന് പൊറുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ അന്ന് ഉണ്ടാക്കുന്നു. ധാരാളം വിപ്ലവകാരികൾക്ക് ജന്മം കൊടുത്ത ഒരു പ്രക്ഷോഭമായിരുന്നു ആൻറ്റി ബംഗാൾ പാർട്ടീഷൻ എജിറ്റേഷൻ. അപ്പോൾ ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന് അന്ന് വന്ദേ മാതരം പ്രശസ്തമായി മാറുന്നു. ഈ വന്ദേ മാതരം മൂവ്മെൻറ്റ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും ഏറ്റെടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം, ആ സങ്കല്പം അത് ശക്തി ആർജിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നമ്മൾക്ക് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് വിളിക്കുന്ന ആ മഹാനായ വ്യക്തിക്ക് നൽകണം. അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവാണ് നമ്മൾ ഈ 150 വർഷം കഴിഞ്ഞിട്ടും ഇത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത്. നമ്മൾ ഭാരതമാതാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആ കാലത്ത് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു. എല്ലാം പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ഒരു കോളേജ് തന്നെയുണ്ട്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ വാക്കിലിതാണ്, ദ ടേം ഹിന്ദു ഡസ് നോട്ട് ഡിനോട്ട് എനി പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. Each and everybody born in this country has the right to call himself a Hindu. I am very sorry that even though I am born and brought up in this country, nobody consider me a Hindu എന്നായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും ഈ ഹിന്ദുസ്ഥാനിലാണെങ്കിലും എന്നെ ആരും ഹിന്ദു എന്ന് വിളിക്കുന്നില്ല, അതാണ് എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. പിന്നീട് അദ്ദേഹം മാറി, അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാടിലും മാറ്റം വന്നു. 1937 ഫൈസാബാദിൽ ചേർന്ന സമ്മേളനത്തിൽ, വാർഷിക സമ്മേളനത്തിൽ വെച്ച് അവർ ഈ വന്ദേ മാതരത്തിൻ്റെ ചിറകരിഞ്ഞു കളഞ്ഞു. അവർ പറഞ്ഞു, വന്ദേ മാതരത്തിൻ്റെ 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി, ബാക്കി ഭാഗം പാടേണ്ട, അത് മറ്റ് വിഭാഗക്കാരെ അസ്വസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നത് ഈ വന്ദേ മാതരത്തെ കീറി മുറിക്കുകയാണ് ചെയ്യുന്നത്. 1937 ഫൈസാബാദിൽ വെച്ച് ഈ വന്ദേ മാതരം ഇനിമേലിൽ 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. കാരണം അതിന് പിന്നിൽ വരുന്ന കാര്യങ്ങൾ അത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള ആശങ്കയായിരുന്നു. ഹിന്ദുത്വത്തോട് അന്ന് ഒരു പ്രകടമായിട്ടുള്ള എതിർപ്പ് ഇവർ പ്രകടിപ്പിച്ചിരുന്നു. ദേശീയ ബോധം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരദാനമാണ് എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷാണ്. അദ്ദേഹം പറയുന്നത് നാഷണലിസം ഈസ് എ റിലിജൻ ദാറ്റ് കംസ് ഫ്രം ഗോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഭാരതമാത എന്ന് കേൾക്കുന്ന സമയത്ത് പലരും അസ്വസ്ഥമാകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഭാരതമാതാവിൻ്റെ പടം വെച്ചുകൊണ്ട് ഗവർണർ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളും കലാപങ്ങളും നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതെല്ലാം പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ട്രെയിൻ ഓടിയ സമയത്ത് പരമപവിത്രം അദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു ഗാനം ആലപിച്ചപ്പോൾ എന്ത് കോലാഹലമായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. അന്നുണ്ടായിരുന്ന അതേ പ്രതിഷേധം ഇന്നും ഈ ജനങ്ങൾക്കിടയിൽ അവർ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ കാര്യം നിങ്ങൾ പറയുന്ന സമയത്ത് ചോദിക്കും, എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്, കുട്ടികൾ പാട്ടുപാടിയത്? അവർ ട്രെയിനിൽ വെച്ച് പാട്ടുപാടി. ഏത് ട്രെയിനിൽ വെച്ചാണ് പാടിയത്? അത് വന്ദേ ഭാരത് അറിയാതെ പറഞ്ഞു പോകും. അപ്പോൾ ഈ വന്ദേ ഭാരത് എന്ന ആ ട്രെയിനിന് ആ പേരിട്ടവർക്ക് ഒരു കുതിരപ്പവൻ നമ്മൾ സമ്മാനിക്കണം. കാരണം പറയുന്നത് അറിയാതെ പറഞ്ഞു പോകും, വന്ദേ ഭാരത്. ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഇനി വന്ദേ മാതരം എന്ന് പറയാൻ കൂടുതൽ സമയം വേണ്ട. ഭാവിയിൽ അത് സംഭവിക്കും. കാരണം നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തണം. നമ്മൾ ഈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ആ വാക്കുകൾ തന്നെ ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. ഒപ്പം തന്നെ നമ്മൾ
ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇതിനോട് വിയോജിപ്പില്ല. അവരോട് നമ്മൾ പറയേണ്ട ഈ ദേശീയ ഏകതാ മന്ത്രം എന്ന് പറയുന്നത് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. ഒന്നിച്ച് നിന്നാൽ നമ്മൾക്ക് മുന്നേറാം, വിഘടിച്ച് നിന്നാൽ തകർന്നു പോകും എന്ന ഒരു മുന്നറിയിപ്പ് നമ്മൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ അവസരം ഇത് ഒരു അവസരമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം അറ്റ് 150. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദേശീയ ഏകതാ മന്ത്രം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ശ്രീ ജെ നന്ദകുമാർ സർ അവതരിപ്പിക്കുന്നു. സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ആരാധ്യനായ അധ്യക്ഷൻ പ്രൊഫസർ KP സോമരായൻ സാർ, ഈ സഭയിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരായ സഹോദരീ സഹോദരന്മാരെ, വന്ദേമാതരം എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ഏകതാ മന്ത്രമാകുന്നത് എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ഏറ്റവും അർഹനായ വ്യക്തി, ഒരു ചരിത്രാധ്യാപകൻ തന്നെ നമ്മുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പരം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ വിഷയാവതരണം എന്ന് ശീർഷകം വച്ചിരിക്കിയാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതിലൊന്നും പുതുമയുള്ളതായിരിക്കില്ല. കാരണം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ എത്രയോ കാലങ്ങളായി നാം കേൾക്കുകയും പറയുകയും വായിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് വന്ദേമാതരം. പലവരും നാം ഇത് ചർച്ച ചെയ്തിട്ടുമുണ്ട്, ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഭാരതം ഉള്ള കാലം അത്രയും ഈ മന്ത്രം നാം ഉരുക്കഴിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് അതിദിവ്യമായ പവിത്രമായ ഒരു മന്ത്രമാണ്. പ്രചണ്ഡമായ ശക്തിയെ ആവഹിക്കുന്ന അപാരമായ പവിത്രതയുള്ള ഒരു മന്ത്രമാണ്. അതൊരു ഋഷിയിലൂടെ വെളിപ്പെട്ടതാണ്. മഹർഷി അരവിന്ദൻ അതിനെക്കുറിച്ച് പറയുന്നത്, എ സേക്രഡ് മന്ത്ര ചാർജ്ഡ് വിത്ത് മൈറ്റി പവർ റിവീൽഡ് അഗെയിൻ ടു ദ നേഷൻ, റിവീൽഡ് again to the nation through Anandamatha by Bankim Chandra, an inspired rishi എന്നാണ്. റിവീൽഡ് അഗെയിൻ ടു ദ നേഷൻ എന്നതുവരെ ആ വരിയെ, ആ വാചകം നിർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വീണ്ടും ഈ രാഷ്ട്രം അത് കേട്ടു എന്നാണ് അരവിന്ദൻ ആദ്യം പറയുന്നത്. ആനന്ദമഠത്തിലൂടെ, ബങ്കിം ചന്ദ്രനിലൂടെ അത് വീണ്ടും ഭാരതം കേട്ടു, അല്ലെങ്കിൽ വെളിപ്പെട്ടു എന്നാണ്. അതിൻ്റെ അർത്ഥം 1875 നവംബർ മാസം 7-ാം തീയതി പവിത്രമായ കാർത്തിക ശുക്ല നവമി നാളിൽ, അന്ന് ബംഗാളം മുഴുവൻ ജഗദ്ധാത്രി പൂജ നടത്തുന്ന ദിവസത്തിൽ അത് വീണ്ടും അവതരിച്ചു, അല്ലെങ്കിൽ വീണ്ടും വെളിപ്പെട്ടു എന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി, പതിനായിരക്കണക്കിന് വർഷങ്ങളായി നാം ഉരുക്കഴിച്ചു പോന്ന ആ മാതൃഭൂമി സങ്കല്പം, അത് വീണ്ടും ഒരു കാവ്യാകാരം പൂണ്ട് നമ്മുടെ മുന്നിൽ എത്തുകയാണ്, ഒരു മന്ത്രവിശുദ്ധിയോടുകൂടി. വെളിപ്പെടുക എന്ന് പറയുന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ശരി എന്ന് തോന്നുകയാണ്.
രചിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അത് റിവീൽഡ് ത്രൂ ബങ്കിം ചന്ദ്ര ദ ഇൻസ്പയർഡ് ഋഷി എന്ന് പറയുന്നത് തന്നെയാണ് വന്ദേ മാതരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായിട്ടുള്ള വസ്തുത. മാതൃഭൂമിയോടുള്ള അദമ്യമായ ഭക്തിപ്രഹർഷത്തിൻ്റെ സാർവലൗകികവും സാർവഭൗമവുമായ ഉദ്ഘോഷമാണ് വന്ദേ മാതരം എന്ന് മറ്റൊരവസരത്തിൽ മഹർഷി അരവിന്ദൻ തന്നെ പറയുന്നുണ്ട്. സൂചിപ്പിച്ചു, ഇന്ന് കാലത്തെ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഞ്ജയേട്ടൻ മാതാഭൂമി പുത്രോഹം പൃഥ്വിയ എന്ന വേദമന്ത്രത്തിൻ്റെ കാവ്യാവിഷ്കാരമാണ് വന്ദേ മാതരമെന്ന് പറഞ്ഞു. അന്നേ നിലനിൽക്കുന്ന മാതൃഭൂമി സങ്കല്പത്തിൻ്റെ ആധുനിക കാലത്തിൻ്റെ ആവിഷ്കാരമാണ് 1875 നവംബർ 7 ആ പവിത്രമായ ദിനത്തിൽ നടന്നത്. അങ്ങനെ വെളിപ്പെട്ട ആ കവിതയെന്നോ മന്ത്രമെന്നോ സീക്രട്ട് മന്ത്ര, ആ പവിത്രമായ മന്ത്രം കയ്യിൽ വച്ചിരിക്കുന്ന സമയത്താണ് താൻ തന്നെ നടത്തിക്കൊണ്ടിരുന്ന പത്രം പ്രസിദ്ധീകരണം വംഗദർശൻ, ബങ്കിംചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നു പോന്നിരുന്ന വംഗദർശനത്തിൽ ആ ഇഷ്യൂവിൽ, ആ ലക്കത്തിൽ കുറച്ച് ഭാഗം വെറുതെ കിടക്കുന്നു, അതിലേക്ക് മാറ്റർ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു പവിത്രമായ ജന്മമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. ആസൂത്രിതമായി എഴുതപ്പെട്ട ഒന്നല്ല, പ്രസിദ്ധീകരിക്കാൻ എവിടെയോ നിശ്ചയിച്ചു വെച്ച് എഴുതിയതുമല്ല, അതങ്ങനെ വന്നതാണ്. ഭാരതമാതാവ് തൻ്റെ മുന്നിൽ സർവാഭരണ വിഭൂഷിതയായി അലൗകിക സൗന്ദര്യ ആകാരം പൂണ്ട് വന്നു നിൽക്കുന്ന നിമിഷത്തിൽ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്ററിയാതെ പറഞ്ഞു പോയതാണ് വന്ദേ മാതരം, അമ്മേ നമസ്കാരം എന്ന്. അതിനുശേഷം താൻ അറിയാതെ ഉള്ളിൽ നിന്ന് ഉറന്നൊഴുകിയതാണ് ആ വന്ദേ മാതരം. അങ്ങനെ ആ രചിച്ചു വെച്ച വന്ദേ മാതരം കയ്യിലിരിക്കുമ്പോഴാണ് ആ ലക്കത്തിലേക്ക് വേണ്ട പതിപ്പിൽ, ആ ലക്കത്തിലേക്ക് വേണ്ട മാറ്റർ പൂർണ്ണമായി എത്തിയിട്ടില്ല, അതിൽ കുറച്ച് ചേർക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ബങ്കിംചന്ദ്ര ചട്ടോപാധ്യായ ഇതെടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴും ഒരു സംഭവം ഉണ്ടായി. പ്രസിദ്ധീകരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ അത് വായിച്ചു, കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇന്ന് വായിച്ചപ്പോൾ ഇതെന്തു ഭാഷ, ഒരുതരം അവിയൽ ഭാഷ, ബംഗാളിയുമല്ല ഹിന്ദിയുമല്ല സംസ്കൃതവുമല്ലാത്തൊരു ഭാഷയിൽ ഇതെന്തൊന്നാണ് അമ്മാവൻ എഴുതി വച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ആ സമയത്ത് ബങ്കിംചന്ദ്രൻ പ്രവചന സദൃശ്യമായ ഒരു ഭാവത്തിൽ ഒരു പ്രവാചകനെ പോലെ പറഞ്ഞു, ഇതിൻ്റെ ശക്തിയും സൗന്ദര്യവും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ. അതിൻ്റെ ശക്തി പരിപൂർണമായി മനസ്സിലാകണമെങ്കിൽ ചുരുങ്ങിയതൊരു 25-30 വർഷമെങ്കിലും ആകും എന്ന് അദ്ദേഹം പറഞ്ഞു. 30 എന്ന വർഷം, ഇവിടെ നേരത്തെ സോമരായൻ സാറ് പറഞ്ഞ ആ മഹത്തായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ, ആ മഹത്തായ സംഭവത്തിന് പ്രേരണയേകാൻ, അതായത് ഭാരതത്തിനെതിരായി ഉണ്ടായ ഹീനമായ ഇംഗ്ലീഷ് ആംഗല തന്ത്രത്തെ പരാജയപ്പെടുത്തുന്ന ആ സംഭവം, അതിൻ്റെ മുഖ്യ പ്രേരണാ കേന്ദ്രമായി വന്ദേ മാതരം മാറുമ്പോഴാണ് ഇതിൻ്റെ ആ അദമ്യമായ ഉജ്ജ്വലമായ ശക്തി ലോകർക്ക് പൂർണ്ണമായും പിടികിട്ടുന്നത്. പാടിപ്പോന്നിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ അതിൻ്റെ ഒരു അലൗകികത, അതിൻ്റെ ഒരു ദൈവികത, മന്ത്രസമാനമായ അതിൻ്റെ സിദ്ധിവിശേഷം ബോധ്യപ്പെടുന്നത്. അതാണ് 875 അദ്ദേഹം പറഞ്ഞതും, ഇതിൻ്റെ ശക്തി പരിപൂർണമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ 30 വർഷമെങ്കിലും എടുക്കും എന്ന്. അത് സാധ്യമാവുകയായിരുന്നു. വന്ദേ മാതരം രൂപപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും ഇവിടെ സൂചിപ്പിച്ചു. 150-200 വർഷങ്ങൾ വന്ദേ മാതരം പിറന്നു വീഴുന്നതിനും 150-200 വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ അരങ്ങൊരുങ്ങി വരുന്നതായി നമുക്ക് കാണാം. ഒരു മഹത്തായ സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ ഈശ്വര സാന്നിധ്യം കൊണ്ടോ ഈശ്വര നിശ്ചയം കൊണ്ടോ ഒക്കെയുള്ള പല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. നമുക്കറിയാം പ്ലാശി യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം. അതിനെ തുടർന്ന് ഇവിടെ പറഞ്ഞ ഏതാണ്ട് 1763 മുതൽ
എത്ര വർഷങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നു 12 വർഷമെന്ന്, ചിലർ പറയുന്നു 16 വർഷമെന്ന്, ചിലർ പറയുന്നു 1800 വരെ നീണ്ടു നിന്ന മഹത്തായൊരു സമരം. അതിനെയാണ് സന്യാസി വിപ്ലവം, സന്യാസി മുന്നേറ്റം എന്ന് അറിയപ്പെടുന്ന ആ വലിയ സംഘർഷം നടക്കുന്നു. അതൊരു വലിയ അന്ധവിശ്വാസമാണെന്നാണ് ഇന്നത്തെ പുത്തൻകുറ്റി ചരിത്രകാരന്മാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്ന മട്ടിലാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വസ്തുതയാണ്, സന്യാസിമാരുടെ നേതൃത്വത്തിൽ അന്ന് അവരുടെ ഇടയിൽ പറഞ്ഞു പോന്നിരുന്ന കഥ വേദപ്രസിദ്ധമായ വേനൻ്റെ വധത്തിന് വേണ്ടിയിട്ടുള്ള സന്യാസിമാരുടെ സംഘടനയെക്കുറിച്ചൊക്കെയാണ്. വേദപ്രസിദ്ധമായ വേനനെ ഹനിക്കുവാൻ വേണ്ടി സന്യാസിമാർ നടത്തിയ സമരത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടാണ് അന്ന് അവർ ആയുധമേന്തിയത് സന്യാസിമാർ. ആ ഒരു സമരത്തിൻ്റെ ഘട്ടം 1855 കാലഘട്ടത്തിൽ ആരംഭിച്ച സന്താൾ കലാപം എന്ന് പറയുന്ന വനവാസികളുടെ നേതൃത്വത്തിൽ, വിശേഷിച്ച് സന്താൾ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരുടെയും ഒരു സന്താന വിഭാഗത്തിൽപ്പെട്ടവരെന്ന്, അവരെ സന്താനങ്ങളെന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവർ സന്താൾ ജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ പോരാട്ടം. അതിനുശേഷം പ്രസിദ്ധമായ 1857 പൊട്ടിപ്പുറപ്പെടൽ. 1857 കുറിച്ച് പറയുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് പറയുന്നത്. ഒരർത്ഥത്തിലായിരിക്കാം, കാരണം ആസൂത്രിതമായ ഒരു ദേശീയ സ്വഭാവത്തോടുകൂടി സംഘടിതമായി നടന്ന ഒരു നേതൃത്വത്തിന് കീഴിൽ നടന്ന പോരാട്ടമെന്ന നിലയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനു മുമ്പ് നടന്ന ഈ സമരങ്ങൾ അത്രയും പ്ലാശിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുവാൻ വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ചു വന്ന പോരാട്ട ധീരന്മാർ, സന്യാസിമാർ, സന്താൾമാർ, ഇവരൊക്കെയും പോരാടിയത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ പഴശ്ശിരാജാവുമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഈ ഒരു വിശേഷണങ്ങളോട് കൂടി ആ ചരിത്ര സംഭവത്തെ വിശദീകരിച്ചില്ലെങ്കിൽ ഒരു തെറ്റായ ആഖ്യാനത്തിൽ ചെന്നു പെട്ടുപോകും നമ്മൾ. ഒരു ഭാരത ചരിത്രത്തെ സംബന്ധിച്ച ഒരു ഫേക്ക് നറേറ്റീവിൽ നമ്മളും പെട്ടുപോകും എന്ന് തോന്നുകയാണ്. ഏതായാലും 1857 അന്ന് നടക്കുന്നു. അതിനുശേഷം 10 വർഷത്തിൻ്റെ ഉള്ളിൽ ബംഗാളത്തിൽ വളരെ പ്രാധാന്യമുള്ള, എന്നാൽ ഇപ്പോഴും നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ വേണ്ടത്ര സ്ഥാനം ലഭിക്കാത്ത ഒരു മഹാസംഭവം നടന്നു. അതാണ് ഠാക്കൂർബാടി എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കുടുംബമാണ്. ഠാക്കൂർബാഡിയിലെ പ്രമുഖനായ ഗണേന്ദ്രനാഥ ഠാക്കൂറും ദ്വിജേന്ദ്രനാഥ ഠാക്കൂറും നാഷണലിസ്റ്റ് നവഗോപാൽ മിത്രയും മഹർഷി അരവിന്ദൻ്റെ തന്നെ വലിയ മഹാനായിട്ടുള്ള രാജനാരായൺ ബോസുവും ഒക്കെ ചേർന്ന് ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു ബംഗാളത്തിൽ. അതിൻ്റെ പേരാണ് ഹിന്ദുമേള. ഹിന്ദുമേളയാണ് ഒരർത്ഥത്തിൽ ബംഗാളത്തെ വിപ്ലവകാരികൾക്ക് പറ്റിയ ഇടമാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് ഹിന്ദുമേളയാണ്. അങ്ങനെ ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം, ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അങ്ങനെ പാകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് അതിനോടൊപ്പം തന്നെ ദേശഭക്തിയെ പ്രജ്വലിപ്പിക്കുന്ന, ഭാരതത്തെ മാതാവായി കാണുന്ന ഒട്ടനവധി സാഹിത്യ കൃതികൾ രചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 19ാം നൂറ്റാണ്ടിൻ്റെ ഈ ഉത്തരാർത്ഥം. അതിലേറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഭൂദേവ് ചത്തോപാധ്യായ എന്ന് പറയുന്ന പ്രസിദ്ധനായ ബംഗാള സംസ്കൃത കവി. ബങ്കിംചന്ദ്രൻ്റെ അടുത്ത ഒരു സുഹൃത്തെന്നോ അല്ലെങ്കിൽ ഒരു പല ഘട്ടങ്ങളിലും ഒരു ആചാര്യനെ പോലെ ഉണ്ടായിരുന്ന ഒരു ഋഷി തുല്യനായ ഭൂദേവ എന്ന് പറയുന്ന കവി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട് ആ കാലത്ത് എഴുതപ്പെട്ടത്, ഇപ്പോഴും നമ്മൾ തിരഞ്ഞാൽ കിട്ടും. അതിഭാരതി എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ പറയുന്നത് നോക്കൂ, എത്ര സമാനമായിട്ടാണ് അതിലും വർണ്ണിക്കപ്പെടുന്നത് നോക്കൂ. മാതർ നമാമി ഭവതീം സൽദേഹരൂപാം, മാതർ നമാമി വസുധാതല പുണ്യതീർത്ഥാം, മാതർ നമാമി പദയുഗ്മധൃധാസ സമുദ്രാം, മാതർ നമാമി ഹിമഗിരി കിരീട രൂപീം. മാതർ നമാമി, വന്ദേ മാതരം, അമ്മയെ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള അമ്മ? സൽദേഹരൂപാം, അങ്ങനെയുള്ള അമ്മയെ നമസ്കരിക്കുന്നു, നല്ല ദേഹത്തോടു കൂടിയ. പുണ്യതീർത്ഥങ്ങളാൽ പരിലാളിക്കപ്പെടുന്ന വസുധയോടു കൂടിയ അമ്മയെ നിന്നെ നമസ്കരിക്കുന്നു. സമുദ്രങ്ങളാൽ കാല് കഴുകപ്പെടുന്ന അമ്മയെ നിന്നെ നമസ്കരിക്കുന്നു. ഹിമഗിരി കോടീരം കിരീടമായി ചൂടുന്നവളെ നിങ്ങളെ നമസ്കരിക്കുന്നു. ഇത് ഭൂദേവ മുഖോപാധ്യായ രചിച്ച കവിതയാണ്.
ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇവരൊക്കെയും പല അർത്ഥത്തിലും ബങ്കിം ചന്ദ്രനും ഒക്കെ ആയിട്ട് അടുത്തിടപഴകിയിരുന്ന ആളുകളാണ്. ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ നമുക്കറിയാം, ഒരു മജിസ്ട്രേറ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹവും മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാടുകൾ കാരണം 1-2 മാസം കൂടിയിരിക്കുമ്പോൾ സ്ഥലം മാറ്റം കിട്ടുക പതിവാണ്. അങ്ങനെ ബംഗാളത്തിലെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ പിന്നെ അവിടെയുള്ള ദേശീയവാദികളും സംസ്കൃത പണ്ഡിതന്മാരും പുരാണ പ്രസിദ്ധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ പോവുകയും അങ്ങനെയുള്ള വ്യക്തികളുമായി പരിചയപ്പെടുകയും അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ച മറ്റൊരു മഹാകവിയാണ് രംഗലാൽ ബന്ദോപാധ്യായ. അദ്ദേഹത്തിൻ്റെ പത്മിനി ഉപാഖ്യാനമുണ്ട്. ആ പത്മിനി ഉപാഖ്യാനത്തിൽ ഏതാണ്ട് അതേ ആശയം, സ്വാതന്ത്ര്യഹീനം അധപ്പതിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം കാല് ചങ്ങലക്കിട്ട് പൂട്ടാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടീ മഹീതലത്തിൽ എന്ന് ഏതാണ്ടൊരു അവിദഗ്ധമായ മലയാള പരിഭാഷയിൽ എനിക്ക് ആ കവിതയെക്കുറിച്ച് പറയാൻ പറ്റും. ഇതേപോലെ ഹേമചന്ദ്ര ബന്ദോപാധ്യായ ഭാരത സംഗീതം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജ്യേഷ്ഠനായ സത്യേന്ദ്രനാഥ ഠാക്കൂർ ഹിന്ദുമേളയുടെ അവതരണ ഗാനം എഴുതിയ സത്യേന്ദ്രനാഥ ഠാക്കൂർ, ഭാരതമാതാവിൻ്റെ സന്താനങ്ങളെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന കവിത. അതേപോലെ തന്നെയാണ് ഒരു അത്യത്ഭുതകരമായ ഒരു വലിയൊരു മുഹൂർത്തം. രണ്ടുപേരുടെയും രചനയുടെ വർഷവും മുഹൂർത്തവും ഏതാണ്ട് ഒരുപോലെ വരുന്നു. സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഹിന്ദുമേളയർ ഉപഹാർ 1875 ഫെബ്രുവരി 12 ഹിന്ദുമേളയർ ഉപഹാർ എന്ന് പറയുന്ന ഒരു കവിത, ഹിന്ദുമേളയുടെ ഉപഹാരം എന്ന് പറഞ്ഞ കവിത എഴുതുന്നു. 12 വയസ്സാണ് രവീന്ദ്രനാഥ് ടാഗോറിന് അപ്പോഴുള്ളത്. ആ 12 വയസ്സിൽ താൻ എഴുതിയ 88 വരി കവിത ഹൃദിസ്ഥമാക്കി ഹിന്ദുമേളയുടെ ആ മഹാസഭയിൽ രവീന്ദ്രനാഥ് ടാഗോർ അവതരിപ്പിക്കുന്നുണ്ട്. ആ കവിത മുഴുവൻ ഹിമാലയത്തിൻ്റെ മുകളിൽ ഉജ്ജ്വലമായ ഒരു സ്ഥലത്ത് സാക്ഷാൽ വേദവ്യാസൻ വീണ വായിച്ചുകൊണ്ട് ഭാരതത്തെ നോക്കുന്നു, ഭാരതത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുന്ന സമയത്ത് ഭാരതത്തിൻ്റെ മുഴുവൻ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുന്നു. റാണാ പ്രതാപനെക്കുറിച്ച്, റാണി ദുർഗാവതിയെക്കുറിച്ച്, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെക്കുറിച്ച്, അവരുടെ എല്ലാം ഈ ഭാരതത്തിന് ഈ ഗതി ഇങ്ങനെ വന്നല്ലോ എന്നാണ് 12 വയസ്സുള്ള ഒരു ശിശു എന്ന് വേണമല്ലോ പറയാൻ, എഴുതിയ കവിത. ഇത് 1875 തന്നെയാണ്. ഇതൊക്കെയും നടന്നുകൊണ്ടിരുന്ന ഇത്തരം സാഹിത്യ കൃതികൾ അവിടങ്ങളായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ആണ് ആ ബംഗാളിൻ്റെ മണ്ണ് ഭാരതത്തിനു വേണ്ടി പൊരുതാൻ പരുവപ്പെട്ട് വരുന്നത് എന്ന് കാണാം. ഇനിയുമുണ്ട് ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നതിന് വേണ്ടി. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ബങ്കിം ചന്ദ്രനും തൻ്റെ സാഹിതീ സേവനം, സാഹിത്യ സപര്യ ഭാരതമാതാവിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ബങ്കിം ചന്ദ്രനിലൂടെ വെളിപ്പെട്ട ഈ മന്ത്രത്തിൻ്റെ മഹത്വത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കാണ് ഹിന്ദുമേളയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് രേഖകളിൽ കാണുന്നുണ്ട്, അവരുടെ പരിപാടികളിലും. അതിനോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേർന്ന ചില സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയി ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പരമഹംസർ വന്നു. പരമഹംസർ വന്നിട്ട് ബങ്കിം ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ഈ ബങ്കിമായത് എന്ന്. ബങ്കിമായത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ബങ്കിം എന്ന വാക്കിൻ്റെ അർത്ഥം വളഞ്ഞത്, ചെറിയ കല എന്നൊക്കെയാണ്. ബങ്കിം ചന്ദ്രൻ, ചെറിയ കലയോടുകൂടി ചന്ദ്രൻ എന്ന അർത്ഥമാണ്. അപ്പോൾ വളഞ്ഞത്, ടേൺഡ്, ബെൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. നീ വളഞ്ഞു പോയത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം തമാശ രൂപത്തിൽ ചോദിച്ചത്. ബങ്കിം ചന്ദ്രൻ പറയുന്ന മറുപടിയിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ സൂചനയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ബ്രിട്ടീഷുകാരൻ്റെ കനത്ത ബൂട്ട് കൊണ്ടുള്ള ചവിട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ വളഞ്ഞു പോയത് എന്ന് അദ്ദേഹം ഉത്തരം പറയുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അനേകം രചനകൾ, സാഹിത്യത്തെക്കുറിച്ച് കൂടി ചിലത് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനതിലേക്ക് കടക്കുന്നത്. 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാൽപ്പനിക ചരിത്രാഖ്യായിക പുറത്തു വരുന്നത്. അതിൻ്റെ പേര് ദുർഗേശ നന്ദിനി എന്നാണ്. ദുർഗേശ നന്ദിനി ഒരർത്ഥത്തിൽ കാൽപ്പനികമായ റൊമാൻറ്റിക് നോവലാണ്, ചരിത്രപരം കൂടിയാണ്.
അക്ബറുടെ കാലഘട്ടത്തിലെ ചില സംഭവവികാസങ്ങൾ വംഗദേശം, ബംഗാളവും കലിംഗദേശം അഥവാ ഇന്നത്തെ ഉത്കൽ, ഒറീസ, ഡൽഹി അടങ്ങുന്ന ഒരു പ്രദേശത്ത് ഭൂപ്രകൃതിയിൽ നടക്കുന്ന ഒരു സംഭവം ഒരർത്ഥത്തിൽ ബംഗാളിലെ ആദ്യത്തെ ആധുനിക ബംഗാളി നോവൽ എന്ന് പറയാവുന്ന ഒന്നാണ് ദുർഗേശ നന്ദിനി. അതിൻ്റെ കഥാസന്ദർഭമൊക്കെ പറഞ്ഞാൽ ജഗത് സിംഹൻ എന്ന് പറയുന്നതായ ഒരു രാജാവ്, രജപുത്ര വീരൻ, അദ്ദേഹവുമായി അനുരാഗത്തിലാകുന്ന ഒരു തിലോത്തമ, അവിടെ ഒരു ത്രികോണ പ്രണയമൊക്കെ രൂപപ്പെടുന്നു, ആയിഷ എന്ന് പറയുന്നതായ മറ്റൊരു പെൺകുട്ടിയും എല്ലാം ചേർന്ന്. അതിനിടയിൽ തിലോത്തമ ഒരർത്ഥത്തിൽ ഭാരതീയ മഹിളാസങ്കല്പത്തിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അതിനുള്ളിൽ. ജഗത് സിംഹനാണെങ്കിൽ ധർമ്മത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇതേപോലെ മഹത്തരാണ് അദ്ദേഹത്തിൻ്റെ രാജസിംഹൻ എന്ന് പറയുന്നതായ മഹത്തായ കൃതി. അതേപോലെ പ്രധാനപ്പെട്ടതാണ് ദേവി ചൗധരി റാണി എന്ന് പറയുന്ന. ഈ കൃതികളിലൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളെ, അമ്മമാരെ ഒരു കരുത്തിൻ്റെ, ധാർമ്മികതയുടെ, സദാചാര ബോധത്തിൻ്റെ, രാഷ്ട്രനിഷ്ഠയുടെ പ്രതീകങ്ങളായി അവതരിപ്പിക്കുന്നത് കാണാം. അന്നേ ബങ്കിംചന്ദ്രൻ്റെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ ആഖ്യായികളിലും ഈ ദേവി ചൗധരി റാണി എന്ന് പറയുന്ന ആ കഥ നിങ്ങൾ ഒരുപക്ഷെ സിനിമാ രൂപത്തിൽ കണ്ടിട്ടുണ്ടാവാം. 2025 അത് വീണ്ടും ചിത്രീകരിക്കപ്പെട്ടിരുന്നു, പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. ആ നോവലൊക്കെ നിരോധിക്കപ്പെട്ടതാണ്. ആനന്ദമഠം നിരോധിക്കുന്നതിന് മുമ്പേ തന്നെ ഇതും നിരോധിച്ചതാണ് നോക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കമലാകാന്തൻ്റെ മൃത്യുപത്രം അദ്ദേഹത്തിൻ്റെ. ഈ കമലാകാന്തൻ്റെ മൃത്യുപത്രം എന്ന് പറയുന്നത് ഹാസ്യാത്മകമായി ചില സത്യങ്ങളെ തുറന്നു പറയുക, മരണത്തെ തന്നെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന അതിസുന്ദരമായ ഒരു കൃതിയാണ്. ഇതും ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെട്ട അവർക്ക് അപകടകരം എന്ന് തോന്നിയതായ ഒരു കൃതിയാണ്. സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും ധാർമ്മിക ധീരതയ്ക്കുമുള്ള ഒരു പ്രതീകാത്മക അനുശോചനം എന്നാണ് ഈ ബങ്കിംചന്ദ്രൻ്റെ കമലാകാന്തൻ്റെ മൃത്യുപത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ആഖ്യായികൾ ഇനിയുമുണ്ട്. ഇതേപോലെ തന്നെ പ്രസിദ്ധങ്ങളായ ഒട്ടനവധി കവിതകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഭാരതകളങ്ക, ജയ 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 ഹേ, ധൃതി, പ്രകൃതി, ഈശ്വര, മനസ്സ്, ലളിത, ഗീതാധാര, കൃഷ്ണസ്തുതി തുടങ്ങിയിട്ടുള്ള നിരവധി കൃതികൾ. ഇതെല്ലാം ദേശഭക്തിയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വത്തെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കൃതികളാണ്. ഒരു കൃതിയെക്കുറിച്ച് 2 വരി പറയേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ദേശാത്മക ബോധക പദ്യം എന്ന് പറയുന്നതായ കൃതി. ദേശാത്മക ബോധക പദം ഇത് രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച് പറയുന്ന കവിതയാണ്. നമ്മൾ സ്വത്വത്തെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്ന ആളുകളാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായി അതിനെ നമുക്ക് കാണേണ്ടി വരും. അതിലാണ് അദ്ദേഹം കൃത്യമായി തൻ്റെ രാഷ്ട്രസങ്കല്പത്തെ നിർവചിക്കുന്നത്. ആ കവിതയിലാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രം ഒരു ജൈവധാർമ്മിക സത്തയാണ്. രാഷ്ട്രത്തിനായി പ്രേമം, ഭക്തി, ത്യാഗം, സേവനം ഇത് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന, അതിൻ്റെ കാരണമായി ബോധ്യപ്പെടുത്തുന്നത് അതൊരു ദൈവികവും ജൈവവുമായ ഒരു ധാർമ്മിക സത്തയാണ് എന്നതാണ്. ഇപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ വളരെയേറെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ദേശാത്മക ബോധക പദ്യം എന്ന് പറയുന്നതായ കവിത. ഇതിനോടൊപ്പം തന്നെ ഈ സാഹിത്യകൃതികളിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത്, പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ആഖ്യായികൾ എഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 2 ആഖ്യായികൾ. ഒന്ന് ഝാൻസി റാണിയെക്കുറിച്ചും 2 വാസുദേവ് ബൽവന്ത് ഫഡ്കെയെക്കുറിച്ചും. അപ്പോൾ ഇതെല്ലാം ഈ സാഹിത്യ രചനയുടെ പശ്ചാത്തലം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് എങ്ങനെ അടിമുടി ഞാനിത് വേറെ ആരെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറയുന്നതല്ല. അപൂർവമായി സംഭവിച്ച കൈത്തറ്റു പോലെ വന്നതല്ല അദ്ദേഹത്തിൻ്റെ വന്ദേമാതരം എന്നത്. ചിലർക്കൊക്കെ അങ്ങനെയാണ്. മറ്റു പലതും എഴുതുന്നു, പല വികാര വിക്ഷോഭങ്ങളിലും പെട്ട് പല തരത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കവി മഹാപുങ്കവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. സാഹിത്യകൃതികൾ, സാഹിത്യകാരന്മാരുണ്ട്. പക്ഷേ ബങ്കിംചന്ദ്രനെ നിരീക്ഷിച്ചാൽ അത് ദുർഗേശ നന്ദിനി മുതൽ ദേശാത്മക ബോധക പദം വരെ
ഉള്ള ഈ കൃതികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം, രാഷ്ട്രത്തിൽ സംഭവിച്ച ഈ വിപര്യത്തിൻ്റെ മുഖ്യ ഉത്തരവാദി നമ്മളാണ് എന്ന ഉറച്ച ബോധ്യം. ഇവിടെയാണ് സംഘത്തിൻ്റെ സ്ഥാപകനെന്ന് നാം വിളിക്കുന്ന ഡോക്ടർ ഹെഡ്ഗവാർ, വിളിക്കുന്ന എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചിലർക്ക് തോന്നാം, അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഞാനാണ് ഇത് സ്ഥാപിച്ചതെന്ന് ഡോക്ടർജി ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളാണ് ഈ മണ്ടത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും പറയേണ്ടി വരുന്നു മനസ്സിലാക്കാൻ. ഇപ്പോൾ ഡോക്ടർജിയും പറയാറുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടേതല്ല പ്രശ്നം, ബ്രിട്ടീഷുകാരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് പറയല്ലേ, കുഴപ്പമുണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് സ്റ്റാർട്ട് ഫ്രം ദ ക്യാപിറ്റൽ ഐ, നമ്മളിൽ നിന്ന് തുടങ്ങൂ. ബങ്കിംചന്ദൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഈ വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഝാൻസി റാണിയും വാസുദേവ് ബൽവന്ത് ഫഡ്കെയും 2 നോവലായി എഴുതണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതെ വന്നതുകൊണ്ടാവാം ഒരുപക്ഷെ, തോന്നുകയാണ് എനിക്ക്, ശരിയാണോ ഇല്ലയോ എന്ന്. നിങ്ങളിലെ സാഹിത്യകാരന്മാർ, വളരെ വലിയ സാഹിത്യകാരന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആനന്ദമഠം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് വാസുദേവ് ബൽവന്ത് ഫഡ്കെയുടെ ചില അംശങ്ങൾ സത്യേന്ദ്രനിൽ കാണാൻ സാധിക്കും. സ്വാമി സത്യേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് അതിൽ ഫഡ്കെയെ കാണാൻ സാധിക്കും. ശാന്തിയിൽ ഝാൻസി റാണിയുടെ അംശങ്ങളും കാണാൻ സാധിക്കും എന്ന് തോന്നുകയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം അദ്ദേഹം ആനന്ദമഠത്തിലൂടെ ഒരു പരിധിവരെ നിർവഹിക്കുന്നുണ്ട് എന്ന് കാണും. 1875 വെളിപ്പെട്ട ഈ മന്ത്രം പിന്നീട് ആനന്ദമഠത്തിലൂടെ ജനകീയമാക്കപ്പെട്ട ആ മന്ത്രം എന്നതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉറക്കെ ഉച്ചരിക്കാനുള്ള ഒരു മുദ്രാവാക്യം കൂടിയായി പരിണമിച്ച ആ മന്ത്രം ദേശമെങ്ങും വ്യാപിച്ചതിനെക്കുറിച്ച് നേരത്തെ സോമരാജൻ സാറ് സൂചിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു 1905 വംഗഭംഗം അല്ലെങ്കിൽ ബംഗാൾ വിഭജനം. ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്കാർക്കും സംശയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, കാരണം നമുക്കല്പം ചരിത്രബോധമുള്ളവരാണ്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നവരാണ്. ബംഗാൾ പ്രസിഡൻസി എന്ന് പറയുമ്പോൾ ഇന്നത്തെ പശ്ചിമ ബംഗാൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. പശ്ചിമ ബംഗാളിനൊപ്പം തന്നെ പൂർവ്വ ബംഗാളും ആസാമും ഒറീസയും ബീഹാറും മിസോറാമും നാഗാലാൻഡും എന്തിന് ആൻഡമാൻ വരെ അടങ്ങുന്നതായ ഒരു വലിയ പ്രദേശമാണ് ബംഗാൾ പ്രസിഡൻസി. ഈ ബംഗാൾ പ്രസിഡൻസിയെ വിഭജിക്കണം എന്ന് തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ടായത് 1905 1868 തന്നെ സർ സ്റ്റാഫോർഡ് നോർത്ത് അവിടെ ഗവർണറായിരിക്കുമ്പോൾ ആദ്യമായി ഈ പ്രപ്പോസൽ വയ്ക്കാനുള്ള പശ്ചാത്തലം, അതിൻ്റെ കാരണവും നേരത്തെ സൂചിപ്പിച്ച ഈ യുദ്ധങ്ങളുടെ സംഘർഷങ്ങളുടെ ഒക്കെ പ്രേരണാ ബിന്ദുവായി ബംഗാൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ബംഗാളിനെ ശിഥിലമാക്കാനുള്ള ആഗ്രഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിശക്തമായ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ എതിർപ്പാണ്, പ്രതിഷേധമാണ് അന്നുണ്ടായത്. അതുകൊണ്ട് ആ തീരുമാനം ഒരല്പം പിന്നോട്ട് മാറ്റിവെക്കുന്നു. ഒരു 18 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1886 ലഫ്റ്റനന്റ് ഗവർണർ ചാൾസ് എലിയട്ട് വീണ്ടും ഈ പ്രപ്പോസൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മുമ്പാകെ വയ്ക്കുന്നു, ബംഗാളിനെ വിഭജിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്. പക്ഷേ ഈ ചാൾസ് എലിയട്ട് ഒരർത്ഥത്തിൽ നോർത്ത് കോട്ടിനേക്കാൾ കുറച്ചുകൂടി ജനാധിപത്യവാദിയായിരുന്നതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. ജനാഭിപ്രായം പരിപൂർണമായും വിഭജനം നടത്തരുത് എന്ന ഒരു അഭിപ്രായത്തിലായിരുന്നു. ഏതാണ്ട് 18 വർഷം കഴിയുമ്പോൾ വീണ്ടും പരിശ്രമം നടക്കുന്നു കഴ്സൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ 18 വർഷങ്ങൾ, അവസാനത്തേത് കൃത്യം 18 അല്ല, എന്നാൽ പോലും ഏതാണ്ട് 18 വർഷത്തിൻ്റെ ഇടയിൽ 1868 മുതൽ 905 വരെയുള്ള കാലഘട്ടത്തിൽ 3 പരിശ്രമങ്ങൾ നടന്നു. കഴ്സൺ കുറച്ചുകൂടി രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഭജിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ വിഭജനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നു. മുഖ്യമായും ഒരു 3 കാരണങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെയും പ്രേരിപ്പിച്ചിരിക്കണം എന്ന് തോന്നുകയാണ്. ഒന്നാമത്തത് ആഫ്രിക്കയിലെ ബോർ യുദ്ധ പരാജയം. ഇംഗ്ലീഷുകാരൻ പറങ്കികൾ യുദ്ധത്തിൽ എല്ലായിടത്തും വിജയിക്കുന്നവരാണ് എന്ന തോന്നലിന് ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചു. അവർക്കൊരു വലിയ ഇത്തിരി കിടുക്കം ഉണ്ടായ സന്ദർഭം.
മറ്റൊന്ന് സ്വാമി വിവേകാനന്ദൻ്റെ മടങ്ങിവരവ്. വൈചാരികമായി ബൗദ്ധികമായി പാശ്ചാത്യ ലോകത്തെ മുഴുവൻ കീഴടക്കി തിരിച്ചു വന്ന വിവേകാനന്ദൻ ഭാരതീയരുടെ ഉള്ളിൽ വിശേഷിച്ച് ബംഗാളത്തും മദ്രാസ് പ്രസിഡൻസിയിലും ബംഗാൾ പ്രസിഡൻസിയിലും ഉണ്ടാക്കിയ വലിയ ചലനങ്ങൾ. ഇതിനെല്ലാം പുറമെ ബംഗാളിൻ്റെ ഒരു സവിശേഷത, ഇതിനു മുമ്പ് നടന്ന രണ്ട് പരിശ്രമങ്ങളിലും അവർക്ക് പിൻവാങ്ങേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം ബംഗാളിലെ ജനതയുടെ ഉള്ളിലുള്ള സമരസതാബോധം, ഐക്യബോധം, ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അവരെ ഭിന്നിപ്പിക്കാൻ കഴിയുകയില്ല. അവരൊറ്റക്കെട്ടായി നിന്ന് ഈ ഭാരതത്തിൻ്റെ തന്നെ നേതൃത്വം ഏറ്റെടുക്കും എന്ന ബോധ്യം. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനെ ശിഥിലമാക്കാനുള്ള തീരുമാനം അവർ കൈക്കൊള്ളുന്നതും. 1902 ആയപ്പോഴേക്കും കഴ്സൺ ബ്രിട്ടീഷ് സർക്കാരിന് എഴുതുന്നു ഭരണ സൗകര്യാർത്ഥം ഇതിനെ വിഭജിക്കണം എന്ന്. 1903 ആയപ്പോഴേക്കും ഗസറ്റിൽ പ്രൈം മിനിസ്റ്ററുടെ തന്നെ കത്ത്, ഇതുമായി ബന്ധപ്പെട്ട കത്ത് പ്രസിദ്ധം ചെയ്യുന്നു. 1904 മുതൽ ഔദ്യോഗികമായി വിഭജനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ പ്രതിഷേധം ബൗദ്ധിക മേഖലയിൽ, ബുദ്ധിജീവികളുടെ ഇടയിൽ, പത്രങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. എല്ലാ പത്രങ്ങളും, ദേശീയ പത്രങ്ങൾ, മറ്റ് പത്രങ്ങളുണ്ട്, അവരതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അതിശക്തമായി ഈ തീരുമാനത്തെ എതിർത്ത് തുടങ്ങുന്നു. പറഞ്ഞു, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ, സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോടൊപ്പം ഇടകലർന്ന് ജീവിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സന്നദ്ധരായി. കഴ്സൺ ഒരർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, മുസ്ലിങ്ങൾ ഈ കാര്യത്തിന് അനുകൂലമാണ് വിഭജനത്തിന് എന്ന്. ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തുകൊണ്ടുള്ള പ്രസ്താവനകളുമായി മുസ്ലിം നേതാക്കന്മാർ രംഗത്ത് വരികയും ചെയ്തു. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. പക്ഷേ കുട്ടിലബുദ്ധിയായ തന്ത്രശാലിയായ കഴ്സനും കൂട്ടരും മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ഉള്ളിലെ സോഫ്റ്റ് ടാർഗറ്റിനെ തേടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഡാക്ക നവാബായിരുന്നു. നവാബ് തുടക്കത്തിൽ ഇതൊരു ചെകുത്താൻ്റെ കച്ചവടമാണ് എന്ന് പ്രഖ്യാപിച്ച നവാബിനെ 1,00,000 പവൻ കൊടുത്ത് തങ്ങളുടെ വശത്തിലേക്കാക്കുന്നു. പണം കൊടുത്തു തന്നെ 1,00,000 പവൻ കൊടുത്തു. അതിന് വേറെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചെങ്കിലും സാധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി സർ ആഗാ ഖാനോ അല്ലെങ്കിൽ അതേപോലെയുള്ള മുസ്ലിം നേതാക്കന്മാരോ നവാബോ ഒക്കെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നപ്പോൾ സാധാരണ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ വിഭജന പ്രഖ്യാപനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. സംഘടനയെക്കുറിച്ച് ന്യൂ നാഷണലിസ്റ്റ് ഓർഗനൈസേഷനെക്കുറിച്ചൊക്കെ സാറ് സൂചിപ്പിച്ചു. സത്യമായിരിക്കാം, അങ്ങനൊരു സംഘടന ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങളാണ് പൊരുതിയത്, അവരെ നയിച്ചത് വന്ദേമാതരമായിരുന്നു. ജനങ്ങളാണ് നയിച്ചത്. ഇനിയൊരു സംഘടന എന്ന നിലയിൽ രൂപപ്പെട്ടിരുന്ന, വീണ്ടും ഇവിടെ ചരിത്രം ഒരർത്ഥത്തിലുള്ള അനീതി കാണിക്കപ്പെട്ട മറ്റൊരു പ്രസ്ഥാനം അന്നത്തേക്ക് രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ പേര് വന്ദേമാതരം ഭിക്ഷു സമ്പ്രദായം എന്നുള്ളതാണ്. വന്ദേമാതരം ഭിക്ഷു സമ്പ്രദായം ശാഖകൾ തുടങ്ങിയവർ, ആ ശാഖയിൽ പോകുന്ന ചെറുപ്പക്കാർക്ക് ഗണവേഷം ഉണ്ടായിരുന്നു. ആ ഗണവേഷത്തിന്, യൂണിഫോമിന് വന്ദേമാതരം യൂണിഫോം എന്നാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ആ യൂണിഫോം ധരിച്ച് ഒരുമിച്ച് കൂടുന്ന ചെറുപ്പക്കാർ ആയുധ പരിശീലനം പോലും നടത്തി ബ്രിട്ടീഷുകാരോടുള്ള ഒരു സായുധ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവരെന്നുള്ള നിലയിൽ ലാഠി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ പരിശീലിച്ചു തുടങ്ങിയിരുന്നു ഈ വന്ദേമാതരം ഭിക്ഷു സമ്പ്രദായം. സ്വയം ഭിക്ഷുക്കളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഒരർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം സേവകരെന്ന് പോലും വിളിക്കുന്ന തരത്തിലാണ് ബംഗാളിൽ അവരുടെ പേര് പോലും പറഞ്ഞിരുന്നത്. എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് വന്ദേമാതരം മാത്രമായിരുന്നു. കോൺഗ്രസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസ് എവിടെയാണ് ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ? 905 കാലഘട്ടത്തിലൊക്കെ അപ്പോഴും ലോങ് ലീവ് കിങ്, ഗോഡ് സേവ് കിങ് എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ ദേശീയ ഗാനം പാടിക്കൊണ്ട് നടത്തുന്ന ഒരുതരം ചർച്ചായോഗം മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്. ഭാരതത്തിൽ അഖില ഭാരത വ്യാപകമായ സ്ഥാനം അതിന് ഉണ്ടായിരുന്നും ഇല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സമിതികളും അഖാഡകളും രൂപപ്പെട്ടു. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു ആവേശം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യ ഔദ്യോഗിക പരിപാടി ഈ ഭിക്ഷു സമ്പ്രദായത്തിൻ്റെ, വന്ദേമാതര പ്രസ്ഥാനത്തിൻ്റെ
ആദ്യ ഔദ്യോഗിക പരിപാടി എന്ന നിലയിൽ വംഗഭംഗ വിരോധ ദിനം എന്ന നിലയിലുള്ള പരിപാടി നടത്തി. നേരത്തെ പറഞ്ഞു 904 ഇതിൻ്റെ മണമടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൽക്കട്ടയിലെ മഹത്തായ കൽക്കട്ട കോളേജിൻ്റെ ഗ്രൗണ്ട് മുഴുവൻ തിങ്ങി നിറഞ്ഞ്, ഒരാൾക്ക് പ്രസംഗിച്ചാൽ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് 4 സ്റ്റേജിലൂടെ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടാണ് അതിൻ്റെ ആരംഭം ഉണ്ടായി 904. അന്നും വന്ദേമാതരമായിരുന്നു അവർക്ക് പ്രേരണയായിരുന്നത്. പിന്നീട് ആദ്യ ഔദ്യോഗിക പരിപാടിയാണ് ഒക്ടോബർ 16 തീയതി ഒരു സ്പെഷ്യൽ രക്ഷാബന്ധനം നടത്താൻ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും വേണ്ടി വന്ദേമാതരം അന്ന് അവിടെയും ആലപിച്ചു. വന്ദേമാതരം ആലപിച്ചതിനോടൊപ്പം ഒരു നവരക്ഷാബന്ധന ഗീതവും അദ്ദേഹം എഴുതി, ബംഗാളി. ആ ഗീതത്തിൻ്റെ 2 വരി: ഏകസൂത്രേ ബാഡിയാച്ചി സഹസ്രടിമൻ, ഏകകാര്യേ സംപ്രിയാച്ചി സഹസ്രജീവൻ. ഒരു കാര്യത്തിനു വേണ്ടി ഒരുമിക്കുന്ന പ്രാണനുകൾ, ആയിരക്കണക്കിന് പ്രാണനുകൾ, ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുമിക്കുന്ന ആയിരക്കണക്കിന് പ്രാണന്മാർ. നമ്മൾ ഒന്നാകുന്ന മുഹൂർത്തമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പോരാട്ടം. അവിടെ നിന്ന് അതിൻ്റെ ചലനം എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. പഞ്ചാബിൽ അതിൻ്റെ അനുരണനം ഉണ്ടായി, അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ അതിൻ്റെ അനുരണനം ഉണ്ടായി. വന്ദേമാതരം വർഗീയ ഗാനമാണ് എന്ന് പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പൻ സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നു കൊണ്ട് ഗുജറാത്തിയിലേക്ക് വർണ്ണ പരിവർത്തനം നടത്തി വന്ദേമാതരത്തിന്. സാക്ഷാൽ ഗാന്ധിജി വന്ദേമാതരത്തെ ഗുജറാത്തികൾക്കും ട്രാൻസ്ലേഷനല്ല, ഭാഷയിൽ വല്ല സമാനതകളുള്ളതുകൊണ്ട് വളരെ പ്രയാസമില്ലാത്തതുകൊണ്ട് ലിപി മാത്രം മാറ്റിയോടെ അവരെ കൊണ്ട് പാടിച്ചു. എന്നാൽ ആദ്യത്തെ ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നത് വാൽമീകി രാമായണത്തിന് ഒരു ട്രാൻസ്ലേഷൻ എന്ന പദപ്രയോഗം തെറ്റാണ് അവിടെ. എന്നാൽ പോലും വാൽമീകിയുടെ രാമായണത്തെ ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിവർത്തിപ്പിച്ചത് കമ്പരായതുപോലെ വന്ദേമാതരം എന്ന ബങ്കിം ചന്ദ്രൻ്റെ ഈ മഹത്തായ മന്ത്രത്തെ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് തമിഴിലേക്കാണ് ആദ്യമായി. അത് വേറെ ആരുമല്ല, സുബ്രഹ്മണ്യ ഭാരതിയാരാണ്. തിരുനെൽവേലിയിലെ എട്ടയപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ സുബ്രഹ്മണ്യൻ എന്ന് പേരായിട്ടുള്ള കുട്ടി, അത് ചെറുപ്പം മുതലേ തന്നെ ദേശഭക്ത ഗാനങ്ങൾ മാത്രം എഴുതിയിരുന്ന, ദേശഭക്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള സുബ്രഹ്മണ്യനെ അവിടുത്തെ നാടുവാഴി വിളിച്ച പേരാണ് ഇവൻ ശരിയാന ഭാരതി. അങ്ങനെയല്ലേ കൃഷ്ണാജി? ഇവൻ ശരിയാന ഭാരതി എന്ന് സുബ്രഹ്മണ്യന് പേരിട്ട് കൊടുത്ത ആ സുബ്രഹ്മണ്യ ഭാരതിയാർ 906 കൊൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൽക്കട്ടയിലെത്തി. പോയതിൻ്റെ മുഖ്യ ഉദ്ദേശം ഭഗിനി നിവേദിതയെ കാണാനായിരുന്നു. നിവേദിതയുടെ തൃക്കാൽക്കലിരുന്ന് വിപ്ലവ ദീക്ഷ ഏറ്റുവാങ്ങി സുബ്രഹ്മണ്യ ഭാരതിയാർ. വിപ്ലവ ദീക്ഷ. ദേവിക്ക്, മഹാകാളിക്ക് നേദിച്ച കുങ്കുമം നിവേദിത സുബ്രഹ്മണ്യ ഭാരതിയുടെ തിരുനെടിലത്തിൽ അണിയിച്ചു കൊടുത്തു. വന്ദേമാതരത്തിൻ്റെ കൃതിയും വാങ്ങി മടങ്ങി വന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ അതിൻ്റെ തർജ്ജമ നടത്തി. തർജ്ജമ 1 ചെയ്തപ്പോൾ തൃപ്തി വരാതെ 2 നടത്തി അദ്ദേഹം. എൻ്റെ ഉച്ചാരണം ശരിയല്ലെങ്കിൽ വിശ്വനാഥ്ജി എങ്കിലും ക്ഷമിക്കണം, ബാക്കി തമിഴ് അറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയില്ല എനിക്ക്. വന്ദേമാതരം ഇനിയ നീർ പെരുക്കിനൈ ഇൻകനി വളർത്തിനൈ തനിതട്ട മലയത്തൻകാർ ചിറപ്പിനൈ പൈനിപ്പഴനം വരവിനെ വടിവിനെ വന്ദേ മാതരം. ഏതാണ്ട് ശരിയാണല്ലോ. അത് കഴിഞ്ഞ് സാറിനുണ്ടല്ലോ എഴുതിയിട്ടും തൃപ്തി വരാത്ത പോലെ എന്നാണ്, എഴുതിയിട്ടും തൃപ്തി വരാത്ത പോലെ അദ്ദേഹം വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തു. വീണ്ടും വന്ദേമാതരത്തെ പരിവർത്തിപ്പിച്ചു. വന്ദേമാതരം തളിർമണി നീരും നയമ്പടു കനികളും കുളിർപ്പൂം തെന്നലും കൊടുമ്പൊഴിൽ പൂശയും. സുന്ദരമായ കവിതയാണ്. അതിലൂടെ വന്ദേമാതരം മറ്റൊരു ഭാഷയിലേക്ക്, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കന്നഡത്തിലേക്ക്, കുറച്ച് കഴിഞ്ഞപ്പോൾ തെലുങ്കിലേക്ക്, എല്ലാ ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. ഭാരതത്തെ ഏകീകരിക്കുന്നൊരു മഹത്തായ ശക്തിയായി വന്ദേമാതരം മാറുകയാണ്. വീടുകളുടെ മുന്നിൽ എഴുതി വയ്ക്കുക വന്ദേമാതരം. തെക്കൻ ഭാഗത്തൊക്കെ കോലമിടുന്ന സമ്പ്രദായമുണ്ട്. ആ കോലമിടുന്നതിൻ്റെ രൂപം മാറ്റി അമ്മമാർ വന്ദേമാതരത്തിൻ്റെ പല വർണ്ണങ്ങളിൽ, പല രൂപങ്ങളിൽ ഇടുന്നതിന് വേണ്ടി അമ്മമാർ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങി. കടകൾ തുടങ്ങിയാൽ പേര് വന്ദേമാതരം സ്റ്റോർ എന്നാണ്. ന്യൂ വന്ദേമാതരം സ്റ്റോർ, ബെസ്റ്റ് വന്ദേമാതരം സ്റ്റോർ എന്ന് പറഞ്ഞ് വന്ദേമാതരത്തിൻ്റെ രൂപാന്തരങ്ങളിൽ പേരുകൾ ഇട്ടുകൊണ്ട് കടകൾ തുടങ്ങാൻ തുടങ്ങി, വീടുകൾക്ക് പേരിടാൻ തുടങ്ങി. ഈ നിലയിൽ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അരവിന്ദൻ പറഞ്ഞില്ലേ, ഇത് ഒരു സീക്രട്ട് മന്ത്രയാണ്. എ സീക്രട്ട് മന്ത്ര. അത് ചാർജ്ഡ് വിത്ത് മൈറ്റി പവർ.
മന്ത്രങ്ങളുടെ എല്ലാം പ്രത്യേകത ഏതാണ്? വേണ്ടും വണ്ണം ചേർക്കപ്പെട്ടാൽ അതിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകും എന്ന് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പ്രേരിതരായ ആ ജനകോടികൾ വന്ദേമാതരത്തെ ഏറ്റുവാങ്ങി. വന്ദേമാതരം രചിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്, സമയം വൈകുകയാണ്. വന്ദേമാതരം രചിക്കുന്ന സമയത്ത് ബങ്കിംചന്ദ്രൻ എന്ന ഋഷി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കൃതി പരമാവധി ഇടങ്ങളിലേക്ക് എത്തണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത് 30 വർഷം കഴിയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ എന്ന്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിൻ്റെ ശക്തി. എന്നാൽ ഈ കൃതി തുടക്കത്തിലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാക്കപ്പെടരുത് എന്ന ബോധ്യവും രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിനുണ്ടായിരുന്നു, ബങ്കിംചന്ദ്രനുണ്ടായിരുന്നു. അതുകൊണ്ടാകണം ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇല്ലാഞ്ഞിട്ടല്ല, ഭാരതത്തിലെ ജനസംഖ്യയെക്കുറിച്ചുള്ള ബോധ്യമില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം അതിൻ്റെ ആദ്യ കൃതിയിൽ സപ്തകോടി കണ്ഠകളകള നിനാദ കരാളെ ദി സപ്തകോടി ഭുജൈർധൃത കരവാളെ എന്നാണ് ദേശസൂചകമായ മന്ത്രത്തിലെ ശ്ലോകത്തിൽ എഴുതിയത്. ഈ മന്ത്രത്തിന് 3 ഭാഗങ്ങളാണുള്ളത്: ദേശം, ജനം, ധർമ്മം. ദേശസൂചകമായ, അതായത് ഭൂപരിധിയും അവിടുത്തെ ജനങ്ങളെയും കുറിക്കുന്ന ഭാഗം അതാണല്ലോ കോടി കോടി കണ്ഠകളകള നിനാദ കരാളെ കോടി കോടി ഭുജൈർധൃത കരവാളെ എന്ന് നമ്മളിപ്പോൾ പാടുന്ന. ബോധപൂർവം ഇത് ഭാരതത്തിൽ മുഴുവൻ വിപ്ലവാഹ്വാനം നടത്താൻ എഴുതപ്പെട്ട ഒരു വിപ്ലവ പാട്ടല്ല എന്ന് ബോധ്യപ്പെടണം എന്ന നിലയിൽ ചെയ്ത ഒരു തന്ത്രമായി വേണം ഈ സപ്തകോടിയെ കാണാൻ. അല്ലാതെ അദ്ദേഹത്തിന് ഭാരതത്തെ കുറിച്ച് മുഴുവൻ ബോധ്യമില്ലാത്തതുകൊണ്ടല്ല. ഹരിയേട്ടൻ രംഗഹരിജി വന്ദേമാതരത്തിൻ്റെ ആത്മകഥ എഴുതുമ്പോൾ അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു, ഇത് ബങ്കിംചന്ദ്രൻ്റെ ബുദ്ധിയുടെ ഒരു പ്രയോഗമാണ്. വ്യാപകമാകുന്നതോടനുബന്ധിച്ച് അതിനു വേണ്ട പരിവർത്തനം വരുത്താൻ ആരെങ്കിലും വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. വന്നു 906. ആദ്യം 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യം ഇത് പാടി രവീന്ദ്രനാഥ് ടാഗോർ. പിന്നീട് 906 കൊൽക്കത്ത സമ്മേളനത്തിൽ വീണ്ടും ഇത് പാടാൻ കവിഗുരു എത്തുകയാണ്. അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയായിരുന്നു. അത് പാടി വരുന്ന സമയത്താണ് എല്ലാവരും അത്ഭുതത്തോടെ, ഉൾപ്പുളകത്തോടെ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാക്കിയത്. പാടി വരുമ്പോൾ അന്ന് ഒരു ആസൂത്രണവുമില്ലാതെ രവീന്ദ്രനാഥ് ടാഗോർ പാടി കോടി കോടി കണ്ഠകളകള നിനാദ കരാളെ കോടി കോടി ഭുജൈർധൃത കരവാളെ എന്ന് മാറ്റിപ്പാടിയതോട് കൂടിയിട്ടാണ് അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഇത് പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഈ ചരിത്രം മനസ്സിലാകാത്ത ഇതാരാണ് ഇതിൽ പരിവർത്തനം വരുത്തിയത്? പരിവർത്തനം വരുത്താനുള്ള അവകാശമുണ്ട് അത്തരം കവികൾക്ക്. അങ്ങനെ വന്നതാണ് ഇപ്പം നമ്മൾ പാടുന്ന കോടി കോടി കണ്ഠ കളകള നിനാദേ കരാളെ. ഇത് സംഭവിച്ചതും 906. 906 വന്ദേമാതരത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ വർഷമാണ് ഭാരതത്തിൻ്റെ ഒരു ദേശീയ പതാകയെ ഭഗിനി നിവേദിത ഡിസൈൻ ചെയ്യുന്നത്. 906. അതുവരെ ഉണ്ടായിരുന്ന പതാക എന്തായിരുന്നു നമുക്കറിയാം. അതിന് പകരം ഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പതാക കാവി നിറത്തിലുള്ളതാകണം എന്ന് പറഞ്ഞുകൊണ്ട് കാവി ദീർഘചതുരാകൃതിയിലുള്ള പതാക, അതിൻ്റെ നടുവിലുള്ള വൃത്തത്തിൽ ദധീജിയുടെ നട്ടലിൽ നിന്ന്, ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ മൂർത്തിയായ ദധീജിയുടെ നട്ടലിൽ നിന്നുണ്ടാക്കപ്പെട്ട വജ്രായുധം, അതിൻ്റെ രൂപം, താഴെ വന്ദേമാതരം ആലേഖനം ചെയ്ത് യഥോ ധർമ്മസ്ഥതോ ജയ എന്ന ആലേഖനം കൂടിയുള്ള ദേശീയ പതാകയ്ക്ക് രൂപം കൊടുക്കുന്നതും. അപ്പോൾ ഒരർത്ഥത്തിൽ വന്ദേമാതരം എന്ന് പറയുന്ന ആ മന്ത്രം നമ്മുടെ കൊടിയടയാളം പോലും ആയിട്ടും പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ജനങ്ങളുടെ നാവുകളിൽ സദാ തത്തിക്കളിക്കുന്ന മന്ത്രമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള പ്രേരണ നൽകുന്ന, വേണമെങ്കിൽ നിങ്ങൾ മുദ്രാമന്ത്രമെന്നോ മുദ്രാവചനമെന്നോ ഉദ്ഘോഷമെന്നോ പറയൂ, അങ്ങനെയും ആയി. അങ്ങനെ വളർന്ന വന്ദേമാതരത്തെ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമം നാനാഭാഗത്തു നിന്നും, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന്, ഭാരതത്തിൻ്റെ ഉള്ളിലെ വർഗീയവാദികളിൽ നിന്ന് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് 1937 ഫൈസാബാദ് സമ്മേളനത്തിൽ വെച്ച് വന്ദേമാതരത്തിൻ്റെ അവസാനത്തെ 2 അതിമനോഹരവും അതിശക്തവുമായി, മൊത്തം ശക്തമാണ്, പക്ഷേ ഈ മന്ത്രത്തിൻ്റെ കരുത്ത് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന ആ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും ഖണ്ഡികകൾ മുറിച്ചു മാറ്റുന്നത്. ഉറച്ചു വിശ്വസിക്കുന്നു
വന്ദേ മാതരമെന്ന ആ വിശുദ്ധ മന്ത്രത്തെ ഈ തരത്തിൽ അവഹേളിക്കാതിരുന്നിരുന്നു എങ്കിൽ, ഈ തരത്തിൽ വിഭജിക്കാതിരുന്നിരുന്നു എങ്കിൽ ഭാരതവും വിഭജിക്കപ്പെടില്ലായിരുന്നു എന്നാണ് വസ്തുത. ഭാരതവും വിഭജിക്കപ്പെടില്ലായിരുന്നു. അതിന് പറയാനുള്ള കാരണം, വംഗഭംഗ വിരോധാന്തോളനം അതൊരൊറ്റ ആന്തോളനമാണ്. 100-ന് 101% വിജയമായി തീർന്ന ഒരു പ്രക്ഷോഭം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും നമുക്കറിയാം. ജനങ്ങൾ ഏറ്റെടുത്ത് മഹത്തരമാക്കിയതിന് ശേഷം മുന്നിലേക്ക് വന്നു നിൽക്കാൻ നേതാക്കന്മാരുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ജനങ്ങൾ നടത്തിയ പോരാട്ടം, അവർക്ക് പ്രേരണയായി വന്ദേ മാതരം എന്ന മന്ത്രമാണ് ഉണ്ടായിരുന്നത്. ആ വിശുദ്ധിയുടെ സിദ്ധിയായി ബ്രിട്ടീഷുകാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പരിപൂർണമായി വിജയിച്ചു. ഏത് കാലഘട്ടത്തിൽ? ബ്രിട്ടീഷുകാർ ലോകത്തിലെ പരമപ്രധാനപ്പെട്ട ശക്തിയായി വിരാജിക്കുന്ന കാലത്ത്. ലോകം മുഴുവൻ ഒരു വശത്ത് നിന്നുകൊള്ളട്ടെ, ഞങ്ങൾ മറുവശത്ത് നിന്ന് എതിർക്കാമെന്ന ധിക്കാരം അതിൻ്റെ സർവോച്ചാവസ്ഥയിൽ നിലനിന്നിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരനെ നമ്മൾ പരാജയപ്പെടുത്തി. പിന്നീട് മുഴുവൻ ഭാരതവും വിഭജിക്കപ്പെട്ടപ്പോൾ ആ ശക്തി എന്തുകൊണ്ടുണ്ടായില്ല? ആ പരിവർത്തനമാണ് 36 മുതൽ പ്രത്യക്ഷത്തിൽ വന്നു തുടങ്ങിയത്. വന്ദേമാതരത്തിനെതിരെ, ഭാരതത്തിൻ്റെ തനിമയ്ക്കെതിരെ, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ വിശുദ്ധങ്ങളായ മൂല്യങ്ങൾക്കെതിരെ സമര നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ ഒക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചപ്പോൾ നമ്മുടെ ഉൾക്കരുത്ത് ചോർന്നുപോയി. ഭാരതത്തിൻ്റെ പൗരുഷം, ഭാരതത്തിൻ്റെ ആ വീരപൗരുഷം, പൗരുഷം എന്ന് പറയുമ്പോൾ സ്ത്രീത്വവും എല്ലാം അടങ്ങുന്നതാണ് കേട്ടോ, ആ പൗരുഷം ചോർന്നുപോയി. അതുകൊണ്ടാണ് ചെറുക്കാൻ കരുത്തില്ലാതെ നമുക്ക് മീക്ക് സറണ്ടറിങ് നടത്തേണ്ടി വന്നത് 1947. ആ കരുത്ത് ചോർന്നു പോയതുകൊണ്ടാണ്, സാധനയുടെ ശക്തി ചോർത്തിക്കളഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. വെട്ടിമുറിക്കപ്പെട്ടത് ബംഗാൾ എന്ന് പറയുന്നത് എവിടെയുള്ള സ്ഥലമാണ്? എന്തിനാണ് സുബ്രഹ്മണ്യ ഭാരതിയാർ ഈ തെക്ക് നിന്ന് അവിടെ വരെ പോയത്? തമിഴ്നാടും കേരളവും ആന്ധ്രയും തെലുങ്കാനയും ഗുജറാത്തും പഞ്ചാബും ഒക്കെ പൊരുതിയത് അവരെ എന്തു ബാധിക്കാനാണ് ബംഗാളിൻ്റെ വിഭജനം? പക്ഷേ അവർക്കറിയാമായിരുന്നത് ഭാരതമാതാവിനെതിരായിട്ട് നടന്ന ആക്രമണമാണ് പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഭാരതം തന്നെ വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് പൊരുതാൻ നമുക്ക് കരുത്തില്ലാതായിപ്പോയി? ഇതൊരു വലിയ ഗവേഷണ വിഷയമാണ്. ഇത് മുമ്പും നമ്മുടെ ഈ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികളെങ്കിലും ചരിത്രാധ്യാപകരെങ്കിലും അതിൻ്റെ ഒരു ദിനസരി കണക്കെടുക്കണം, എടുത്തൊരു ഗവേഷണം നടത്തണം. എങ്ങനെയെല്ലാമാണ് ആ ശക്തിയെ ചോർത്തിക്കളഞ്ഞത് എന്ന്. ഏതായാലും 950 ആകുമ്പോഴേക്കും, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയമായപ്പോഴേക്കും ഓർക്കാപ്പുറത്തെന്ന് വേണം പറയാൻ, നമുക്ക് ആദരവുണ്ട്, എല്ലാ ബഹുമാനവും ഉണ്ട് ദേശീയഗാനത്തിന്. ദേശീയഗാനം എങ്ങനെയാണ് ദേശീയഗാനം ആക്കപ്പെട്ടതെന്ന് മാത്രം അതിൽ പങ്കെടുത്തവർക്ക് പോലും അറിയില്ല. പക്ഷേ ചിലരെല്ലാം വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് അതിന് സംഗീതം പകർന്ന് അതിന് ബാൻഡ് സെറ്റിലാക്കി, ഇതിനെ ജനഗണമനയെ അങ്ങനെ ആക്കി കൊണ്ടുവന്നിരുന്നു. അത് അവതരിപ്പിച്ചു. ഇങ്ങനെ പൂർവ്വ തയ്യാറെടുപ്പുകളൊന്നും നടത്താൻ വന്ദേമാതരം എന്ന ജനങ്ങളുടെ ഗാനത്തിന് അവസരം ഉണ്ടാകാത്തത് കൊണ്ട് ഇത് ബാൻഡിൽ പാടാൻ പറ്റാത്തതാണ്, സ്പീഡിൽ പാടാൻ പറ്റാത്തതാണ്, സംഗീതം കൊടുക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ദേമാതരത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ജനങ്ങളുടെ പ്രതിഷേധം, യഥാർത്ഥ ജനകീയ നേതാക്കളുടെ പ്രതിഷേധം കൊണ്ട് 950 വാക്കാലെങ്കിലും ദേശീയ ഗീതം എന്ന്, രാഷ്ട്രഗീതം എന്ന പദവി ദേശീയ ഗാനത്തിനോടൊപ്പം വന്ദേമാതരത്തിന് നൽകി എന്നത് വസ്തുതയാണ്. പക്ഷേ പിന്നീടുള്ള കാലത്തും നമുക്കെല്ലാവർക്കും അറിയാം, ജനങ്ങളുടെ ഉള്ളിൽ വന്ദേമാതരം ഉണ്ടായിരുന്നുവെങ്കിലും ഭരിക്കുന്നവരുടെ കാഴ്ചപ്പാടിൻ്റെ ഇല്ലായ്മ കൊണ്ട് അതിനെ സമയം കിട്ടുമ്പോഴൊക്കെയും അപമാനിക്കാനും ആ അപമാനിക്കുന്നവർക്ക് വലിയ സ്ഥാനം നൽകാനും ശ്രമിച്ചു പോന്നിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ വന്ദേമാതരം വീണ്ടും ഭാരതത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ നവംബർ 7 വന്ദേമാതരത്തിൻ്റെ സാർത്ഥശതി ആഘോഷം ഡൽഹിയിൽ നടക്കുമ്പോൾ എല്ലാ ഭാഷകളിലും ജദുഭട്ടു തുടങ്ങി ഓങ്കാർനാഥ ഠാക്കൂർ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞന്മാർ പണ്ടു പാടിയ വന്ദേമാതരത്തെ അതേപോലെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വന്ദേമാതരത്തിൻ്റെ മഹത്വത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിന്ന് ഭാരതം മുഴുവൻ വീണ്ടും അതിശക്തമായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഭാരതത്തെ മുഴുവൻ ഒരുമിപ്പിക്കാൻ കരുത്താർന്ന ആ മന്ത്രത്തെ നമുക്കതേ ഉൾപ്പുളകത്തോടെ എങ്ങനെയാണോ
905 മുതൽ 911 വരെ നടന്ന ആ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ വിജയമന്ത്രമായി ഇത് പരിണമിച്ചത് ഈ ഭാരതത്തെ വിശ്വഗുരു പദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ നാം നടത്തുന്ന പുതിയ കാലത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രേരണാ മന്ത്രമായി വന്ദേ മാതരം വീണ്ടും മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, വളരെ വിശാലമായ വിഷയമാണ്, ചരിത്രമെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും വികാരാധിക്യം കൊണ്ടും ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു പോകാൻ പോയതായിരിക്കാം. ചർച്ചയ്ക്ക് എത്ര സമയം കിട്ടുമെന്നറിയില്ല. ഞാനിവിടെ ഇപ്പോൾ ഇത് നിർത്തുന്നു. വന്ദേ മാതരം. വന്ദേ മാതരം എത്രമാത്രം ഏകീകരണ ധ്വനി സാന്ദ്രമായ മന്ത്രമായിരുന്നു എന്നും ജന്മനാൾ മുതൽ എതിർപ്പുകളെ നേരിട്ട് ചരിത്ര നിയോഗം പോലെ ഭാരതീയർ അത് ഏറ്റെടുത്തുകൊണ്ട് നടന്ന് 150 എത്തിച്ചതെന്നും വിശകലനം ചെയ്യുകയായിരുന്നു ചരിത്രത്തിൻ്റെ ധ്വനിപഥങ്ങളിലൂടെ ശ്രീ ജെ നന്ദകുമാർ സാർ. പ്രിയപ്പെട്ടവരെ, ഈ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് സ്വാഭാവികമായും നമുക്ക് ചോദ്യങ്ങളുണ്ടാകാം. അറിയാനുള്ള ആഗ്രഹത്തോടെ നാം ആ ചോദ്യങ്ങൾ ചോദിക്കുക. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നന്ദേട്ടനോട് ചോദിക്കാവുന്നതാണ്. മൈക്ക് എത്തിച്ചു തരുന്നതാണ്. നമ്മുടെ സനാതന ധർമ്മ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി അനിലാണ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സനാതന ധർമ്മ സംസാരമായിട്ട് പറയുമ്പോൾ ഇറ്റേണൽ, ഇൻഫിനിറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ സനാതന ധർമ്മം എന്നുള്ളത് ഈ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ നിന്ന് സനാതനത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സനാതനത്തിൽ ഹിന്ദുത്വത്തിലേക്കാണോ ഈ യാത്രക്കിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എവിടെയാണ്? ഈ കാഴ്ചപ്പാട്, നമ്മുടെ ഈ യൂണിറ്റി, ഈ ഒരു നമ്മുടെ മൊത്തത്തിലെ രാജ്യത്തിൻ്റെ സംസ്കാരവും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സാമൂഹികമൊക്കെയുള്ള യൂണിറ്റി ഹിന്ദുത്വത്തിൽ നിന്ന് അല്ല സനാതന ധർമ്മത്തിൽ നിന്ന് ഹിന്ദുത്വത്തിൽ എത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക്. ഇന്നത്തെ ഈ വിഷയത്തിൻ്റെ ഭാഗമാണോ എനിക്കറിയില്ല. ചോദ്യം വളരെ മിസ്റ്റിക്കായിട്ടൊരു ചോദ്യമാണ്. സനാതനത്വത്തിൽ നിന്ന് ഹിന്ദുത്വത്തിലേക്ക് എത്തുമ്പോൾ, ഹിന്ദുത്വത്തിൽ നിന്ന് സനാതനത്വത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത്? ചോദ്യം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഹിന്ദുത്വവും സനാതനവും അത് സിനോണിംസാണ്, അത് രണ്ടല്ല. ഇത് രണ്ടാണെന്നുള്ള വിഭ്രമത്തിൽ നിന്നാണ് നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നത്. പലർക്കും ശരിയായ നമ്മുടെ അസ്തിത്വത്തെയും അസ്മിതയെയും നമ്മുടെ ഐഡൻറ്റിറ്റിയെയും എൻറ്റിറ്റിയെയും സ്വയം പ്രഖ്യാപിക്കാനുള്ള വിഷമം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്തോ ഒരല്പം പോരായ്മയുള്ള എന്തോ ആണ് എന്ന് കരുതിക്കൊണ്ട് ഒരു മൂടുപടമിടാൻ വേണ്ടി, ഒരു കമഫ്ലാഗിങ് നടത്താൻ വേണ്ടിയിട്ട് സനാതനത്വം എന്ന് പറയുന്നുണ്ട് പലരും. അതാവുമ്പോൾ പലർക്കും എതിർപ്പുണ്ടാവില്ല എന്ന് ധരിക്കുന്നു. ആർക്കും എതിർപ്പില്ലേ? എന്നിട്ടും ഇത് ഈ പഴയ കഥയിലെ പശുക്കുട്ടിയെ കൊണ്ട് ചന്തയിലേക്ക് പോയിരുന്ന ആ ഒരു കഥയുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ 4 കള്ളന്മാർ ചേർന്നിട്ട് ഈ പശുക്കുട്ടിയെ മോഷ്ടിക്കാൻ നിശ്ചയിച്ചു. അന്ന് അവർ തന്ത്രം ഇട്ടത് ഒരു തുള്ളി ചോര പോലും ഒഴുകാതെ, അങ്ങനെയാണല്ലോ, ഒരു തുള്ളി ചോര പോലും ഒഴുകാതെ നമുക്കിത് മോഷ്ടിക്കണം. എങ്ങനെ? 4 പേരും ചേർന്ന് പ്ലാൻ ചെയ്തു. ആദ്യത്തെ ആൾ ഈ മനുഷ്യൻ കൃഷിക്കാരൻ പശുക്കുട്ടിയെ, നല്ല പശുക്കുട്ടിയെ കൊണ്ട് വരുമ്പോൾ ഇയാളെ കണ്ട അത്ഭുതത്തോടുകൂടി, എന്താ മനുഷ്യ നിങ്ങൾ ഈ പട്ടിയെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നു എന്ന് ചോദിച്ചു. തനിക്കെന്താ കണ്ണിൽ കാഴ്ചയില്ല? തൻ്റെ കണ്ണ് കാണില്ലേ? ഇത് പശുക്കുട്ടിയാണ് എന്ന് ഇയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. കുറച്ച് നടന്ന് പോകുമ്പോൾ ഇയാൾക്ക് അന്നേരം സംശയമൊന്നും ഉണ്ടായില്ല. ഒരു ഫർലോങ് കഴിഞ്ഞപ്പോൾ അടുത്ത കള്ളൻ ഈ കലിങ്ങിലിരുന്നിട്ട് ചോദിക്കുകയാണ്, അയ്യോ നിങ്ങൾക്ക് എന്ത് പറ്റി? രാവിലെ ഈ പുഴുത്ത പട്ടിയെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഇയാളെ തിരിഞ്ഞു നോക്കി സംശയം, ഇനി അബദ്ധത്തിലെങ്ങാനും കയറിൽ പട്ടി കുടുങ്ങിപ്പോയോ എന്നറിയാം. പശു തന്നെയാണ് തൻ്റെ കാഴ്ചയിൽ. ഇയാളോടും ദേഷ്യപ്പെട്ടു. തന്നോടാരാ പറഞ്ഞത് പട്ടിയാണ് പഴുത്തതാണെന്നൊക്കെ എന്ന് ചോദിച്ചു പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു, പട്ടിയാണോ പശുവാണോ എന്നുള്ള സംശയം ഉണ്ടായിക്കൊണ്ടേയിരുന്നു.
സനാതനമാണോ ഹിന്ദുത്വമാണോ എന്നുള്ള സംശയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. 1.5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അടുത്ത ആളിരുന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. താൻ ഇതിനെയും കൊണ്ട് എങ്ങോട്ടേക്കാണ് പോണത്? ഈ പട്ടിയെയും കൊണ്ട്, അതൊരു വൃത്തികെട്ട പട്ടി, രോഗം വന്നിട്ടുള്ള പട്ടിയെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഇയാൾക്ക് സംശയം കൂടി, സങ്കടവുമായി. ഏതായാലും അയാളുടെ മുന്നിൽ നിന്ന് ഉപേക്ഷിക്കാൻ തയ്യാറല്ലാതെ, ദേഷ്യപ്പെടാനൊന്നും പോകാതെ വീണ്ടും ആ പാവം മുന്നോട്ട് പോയി. 4-മത്തെ ആൾ ഇയാളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്തുവിനെയും കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നടക്കല്ലേ എന്ന് പറഞ്ഞു തുടങ്ങി. പറഞ്ഞ് തീരേണ്ട താമസം ഇയാൾ ഈ കയറ് ഉപേക്ഷിച്ചിട്ട് ഇയാൾ ഓടിക്കളഞ്ഞു. കൃഷിക്കാരൻ പട്ടിയെ ഉപേക്ഷിച്ചു കളഞ്ഞു, പശുവിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇതിന് എല്ലാ അർത്ഥത്തിലും സമാനമാണ് ഇന്നത്തെ സാഹചര്യം എന്നല്ല ഞാൻ പറയുന്നത്. ഈ ആളുകൾ പറയുകയാണ്, ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, അതൊരു കമ്മ്യൂണൽ ഐഡിയോളജിയാണ്. നിങ്ങളങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ സനാതനം എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാവം കുറച്ച് പേര് വിശ്വസിച്ചിട്ട് സനാതനം എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നൊരു മനുഷ്യൻ പറയുന്നത്, സനാതനം എന്ന് പറഞ്ഞാൽ പ്ലേഗാണ്, ഡെങ്കിയാണ്, കൊതുകാണ്, അതിനെ കൊല്ലേണ്ടതാണ് എന്ന്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെയും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെ, അത് സനാതനത്വമായാലും ഹിന്ദുത്വമായാലും, അതിനെ ഇങ്ങനെയുള്ള ചെറിയ ആരോപണങ്ങളുടെ മുന്നിൽ പതറിയിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായതുകൊണ്ട് നിങ്ങൾ പിന്നെ ചേക്കാറാൻ പോകുന്ന പേരും നിങ്ങൾക്ക് കിട്ടില്ല, അത് നിങ്ങൾക്ക് കിട്ടാതെയാക്കും അവർ. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ അസ്തിത്വത്തെ, അസ്മിതയെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി, അത് ഏത് പേരാണെങ്കിലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉള്ളടക്കത്തിൻ്റെ സൗന്ദര്യത്തോടു കൂടി, അതിൻ്റെ മഹത്വത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കണം. സനാതനമായാലും ഹിന്ദുത്വമായാലും രണ്ടല്ല എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളണം. സനാതനം എന്ന് പറഞ്ഞാലും ഹിന്ദുത്വം എന്ന് പറഞ്ഞാലും ഭാരതം എന്ന് പറഞ്ഞാലും അതിൽ ചതുർവേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, വിശ്വാമിത്രനുണ്ട്, വസിഷ്ഠനുണ്ട്, ഭൃഗുവുണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്, മാതാ അമൃതാനന്ദമയി ദേവിയുണ്ട്, ശ്രീനാരായണ ഗുരുദേവനുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് എൻ്റെ ഹിന്ദുത്വം, അതാണ് എൻ്റെ സനാതന ധർമ്മം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് അതൊരു നിരന്തര പ്രക്രിയയാണ്. അത് എവിടെയോ അവസാനിച്ച് രൂപപ്പെട്ട് കഴിഞ്ഞൊരു പ്രോഡക്റ്റ് അല്ല, അതൊരു പ്രോസസ്സാണ് എന്ന് സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ നിത്യേന അതിൽ പരിവർത്തനം വരുത്താൻ ഇതിൻ്റെ ഒരു പ്രയാണമാണ്, ഇതൊരു മൂവ്മെൻ്റാണ്, ഒരു പൊസിഷനല്ല, ഇതൊരു ഫിക്സഡ് റെവലേഷനല്ല, ഇതൊരു എവർ ഗ്രോയിങ് ട്രഡീഷനാണ് എന്ന അഭിമാനപൂർവ്വം പറയുകയാണെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ല, ഒന്നും തന്നെ നഷ്ടപ്പെടില്ല. നഷ്ടപ്പെടാതെ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു അഭിമാനബോധം ജനങ്ങളിൽ ഉണ്ടാകണം എന്നത് മാത്രമാണ് വിഷയം. ഇപ്പം ഞാനിപ്പോൾ വന്ദേമാതരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമയത്തിൻ്റെ കുറവുകൊണ്ട് പറഞ്ഞില്ല. ഈ വന്ദേമാതരത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലത്തുണ്ടായ വൈചാരികമായ കണ്ടെത്തലുകൾക്ക് മുഴുവൻ പേരിട്ടത് ഹിന്ദു ചേർത്തിട്ടായിരുന്നു. വന്ദേമാതരം ഉണർത്തിവിട്ട ദേശീയ വികാരം, സനാതന ധർമ്മബോധം PC റായിൽ, പ്രഫുല്ലചന്ദ്ര റായിൽ പരിണമിച്ചത് ഹിന്ദു കെമിസ്ട്രി എഴുതിക്കൊണ്ടാണ് അത് പുറത്തു വന്നത്. ഹിന്ദു കെമിസ്ട്രി, ഇന്ത്യൻ കെമിസ്ട്രി എന്നോ ഭാരത കെമിസ്ട്രി എന്നോ പോലുമല്ല, ഹിന്ദു കെമിസ്ട്രി. ഭാരതീയൻ്റെ കെമിസ്ട്രിയുടെ പേര് ഹിന്ദു കെമിസ്ട്രി എന്നാണ്. KP ജയ്സ്വാൾ പൊളിറ്റിക്കൽ സയൻസിൽ ഗവേഷണം നടത്തിയപ്പോൾ ഇതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട്, സ്വാമി വിവേകാനന്ദനിൽ നിന്നും ബെങ്കിംചന്ദ്രനിൽ നിന്നൊക്കെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയത്. അപ്പം ചോദ്യം ചോദിച്ച ആൾ തന്നെ പോയോ? ഹിന്ദു പൊളിറ്റി എന്നാണ്. ഇതെല്ലാം നമ്മുടെ അർണവിൻ്റെ ശിഷ്യന്മാരാണ്. ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതിനിടയിൽ പുതിയ ചോദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉത്തരം കിട്ടില്ലെങ്കിൽ. ഇപ്പോൾ പറഞ്ഞത് ഹിന്ദു പൊളിറ്റിക്സ് ആയാലും, ഹിന്ദു പൊളിറ്റി ആയാലും, ഹിന്ദു കെമിസ്ട്രി ആയാലും, ഹിന്ദു മാത്തമാറ്റിക്സ് ആയാലും, ഹിന്ദു സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. മുഖോപാധ്യായ എഴുതിയ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം ഇട്ടത് ഹിന്ദു സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അമ്പലത്തിൽ പോകുന്നവരെ മാത്രം ഓപ്പറേറ്റ് ചെയ്യാനുള്ള സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നല്ല, ഭാരതത്തിൻ്റെതാണ്. ഈ അഭിമാനബോധം ഉണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വന്ദേമാതരം ഉയർത്തിപ്പിടിച്ച ഭാരത ദേശീയത, അത് നന്ദകുമാർജി നേരത്തെ പറഞ്ഞ പോലെ പകുതി വന്ദേമാതരത്തിനെ വെട്ടിമുറിച്ചു.
അത് വീണ്ടും തലമുറകൾക്ക് അന്യമാകുന്നതിന് വേണ്ടിയിട്ടാണോ ഭാരത ഭരണഘടന തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ എടുക്കുന്ന പ്രതിജ്ഞ, ഭാരതം എൻ്റെ നാടാണ് എന്ന് പറയും, ഭാരതം എൻ്റെ മാതൃരാജ്യമാണ് എന്നിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ജനത ഇവിടുത്തെ സന്തതികളാണ് എന്ന് പറയുന്നില്ല. അതിന് പകരം ഇവിടുത്തെ ജനത എൻ്റെ സഹോദരന്മാരാണ് എന്നേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ഭാരതത്തിൻ്റെ ദേശീയതയിൽ നിന്നും തലമുറകളെ മുഴുവൻ മാറ്റി അകറ്റി നിർത്തുന്നതിനുള്ള ഒരു ഗൂഢ നീക്കമാണ് എന്ന് ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ എനിക്കൊരു ടീച്ചർ പറഞ്ഞതിനകത്ത് ഇതെൻ്റെ മാതൃരാജ്യമാണ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട്, അമ്മയാണെങ്കിൽ പിന്നെ സഹോദരന്മാർ തന്നെയാണ് ആവേണ്ടത്. എല്ലാവരും സന്തതികളാണ്. മാതാഭൂമി പുത്രോഹം പൃഥിവിയ എന്നാണ്. നമ്മളെല്ലാം അതിൻ്റെ മക്കളാണ്. മക്കളാവുമ്പോൾ അമ്മയുടെ മക്കൾ എന്നുള്ള നിലയ്ക്ക് സഹോദരന്മാർ. ആ ഭാഗം അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെയൊക്കെ മുമ്പുള്ള തലമുറ അവർ പാഠപുസ്തകങ്ങളിൽ വായിച്ചിരുന്നതിനകത്ത് രാഷ്ട്രമെന്നോ മാതൃരാജ്യമെന്നോ തന്നെയായിരുന്നു. അത് ഇടക്കാലത്ത് എപ്പോഴോ ആണ് മാറ്റിയതിൻ്റെ പിന്നിൽ ഈ ഉദ്ദേശം, ടീച്ചർ പറഞ്ഞ ഉദ്ദേശം തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഉള്ള പ്ലഡ്ജിൽ ദേശമെന്നായിരുന്നില്ല, കൃത്യമാണ് മാതൃരാജ്യം എന്ന് തന്നെയായിരുന്നു. ഇതെൻ്റെ മാതൃഭൂമിയാണെന്നായിരുന്നു. ഇടക്കാലത്താണ് മാറ്റിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാറ്റങ്ങളൊക്കെ മുഴുവൻ 1947 തന്നെ ഉണ്ടായി എന്നല്ല, സത്യമല്ല. അത് ഭാരതത്തിൻ്റെ ഈ കേന്ദ്ര പ്രമേയത്തിലേക്ക് ജനങ്ങൾ അടുത്തു തുടങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അതിശക്തമായ ആക്രമണം നമ്മുടെ ഈ മൂല്യങ്ങൾക്കെല്ലാം എതിരായി നടന്നത്. നമ്മുടെ മൂല്യബന്ധുക്കൾക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ള നേതാക്കന്മാർക്കുമൊക്കെ എതിരായിട്ടുള്ള ആക്രമണം വേണമെങ്കിൽ 80കളുടെ അവസാനം 90കളുടെ ആദ്യം മുതലാണ്. കുറച്ചുകൂടെ നിങ്ങളെല്ലാവരും പിന്നോട്ട് ചിന്തിച്ചാൽ, ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഛത്രപതി ശിവാജിയുടെ ചിത്രം വെച്ചിരുന്നു. നമ്മുടെ ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്ന നാരായൺജി ഒരിക്കൽ എന്നോട് പറഞ്ഞു, തൊടുപുഴയിൽ ഞങ്ങളുടെ കുമാരമംഗലം ഉൾഗ്രാമമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ ശിവാജിയുടെ പടം ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ് അത് നീക്കം ചെയ്തത് എന്ന് അറിയില്ല. നീക്കം ചെയ്തു. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ലൈബ്രറിയിൽ, അല്ലെങ്കിൽ കോളേജ് ലൈബ്രറിയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ഹിന്ദു പൊളിറ്റിക് കെ പി ജയ്സ്വാളിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. ഒരു 1-2 തലമുറയ്ക്ക് മുമ്പ് വരെ ആരും അറിയാതെ എവിടെയോ വെച്ചത് നീക്കം ചെയ്യപ്പെട്ടു. ഒരു വലിയ ഇൻ്റലക്ച്വൽ ജീനോസൈഡ് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ നരഹത്യ നടന്നിട്ടുണ്ട്. ബുദ്ധിജീവികളെ, ഭാരതത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ബുദ്ധിമാന്മാരെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി, അവരുടെ ഗ്രന്ഥങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി, നമ്മളെ ഒരുമിപ്പിക്കുന്നത് ഇല്ലാതെയാക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ടീച്ചറുടെ നിരീക്ഷണം അത് വളരെ കൃത്യം തന്നെയാണ്. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് ജനതയാണ് എന്ന അർത്ഥത്തിൽ ഭരണഘടനയുടെ ആരംഭത്തിലെ ആ വരിയെ വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഹം ഭാരത് കെ ലോഗ് എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ പറയുന്നതും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതുമായ വരിയെ നമ്മുടെ പൂജനീയ സർസംഖ്യാലജിയൊക്കെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ വേദപ്രസിദ്ധമായ വാക്യത്തിൻ്റെ ആധുനികാവിഷ്കാരമായി കാണുക. കാരണം പരസ്യമായ അത്തരം വിമർശനങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ കൂടുതൽ നടത്തുന്നത് രാഷ്ട്രത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. പക്ഷേ വളരെ വലിയ പരിവർത്തനങ്ങൾ പല മേഖലയിലും വരുത്തേണ്ടതുണ്ട്. അത് ധൈര്യത്തോടു കൂടി തന്നെ നടത്തിയാൽ മാത്രമേ ജനങ്ങൾ കൃത്യമായ, വളരുന്ന തലമുറ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. ഞാനിപ്പോൾ വന്ദേമാതരം സമിതി, ഭിക്ഷു സമിതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം അത് നമ്മുടെ ബൗദ്ധികളിൽ, അല്ലെങ്കിൽ ഹരിയേട്ടനെയോ പരമേശ്വർജിയോ ദീനദയാൽജിയോ ഒക്കെ ആവർത്തിച്ച് ധേങ്കടിജിയോ ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം. ബാക്കി ഉള്ള നമ്മുടെ ഔദ്യോഗിക പാഠപുസ്തകങ്ങളിലൊന്നും തന്നെ വന്ദേമാതര സമിതികൾ ഉണ്ടായിരുന്നെന്നോ വന്ദേമാതരം വോളണ്ടിയേഴ്സ് സ്വയംസേവകരുണ്ടായിരുന്നെന്നോ ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്ര പുനാരചന ഉണ്ടാകുകയും വേണം. ഒരു ഉപചോദ്യമായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ ഭരണഘടന
ഉത്ഭവം അതിൽ നിന്നാണല്ലോ. അതിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു? ആ രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ അതിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ വിഷയങ്ങളിൽ വളരെ ശക്തമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ദേശീയ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചതായ കനയ്യലാൽ മുൻഷിയെപ്പോലുള്ള ആൾക്കാർ ഒക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് വന്ദേമാതരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭാരതത്തെ ഉണർത്തുന്നതിൽ ആ ഗാനം വഹിച്ച പങ്കിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ പല വിഷയങ്ങൾ, ഇപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള ചർച്ചയുണ്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റിൽ നിന്ന് കാണാം. സംസ്കൃതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നടത്തുന്ന പ്രഭാഷണങ്ങൾ എത്ര പണ്ഡിതോചിതമായ പ്രഭാഷണമാണെന്നറിയും. സംസ്കൃത ഭാരതിയുടെ ഏതോ അഖില ഭാരതീയ അധ്യക്ഷൻ നടത്തിയ പ്രസംഗമാണെന്ന് നമുക്ക് തോന്നും അത് കേട്ടാൽ. അങ്ങനെയൊക്കെ വിഷയാവതരണങ്ങൾ നടന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. പക്ഷേ ആ പക്ഷത്തേക്കല്ല തീരുമാനം ചെന്നുപോയത്. ഇപ്പോൾ സെക്യുലറിസവും സോഷ്യലിസവും പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. നെഹ്റുജിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഒരു പ്രൊഫസർ KT ഷാ ഈ വിഷയം ഉന്നയിച്ചു. മതേതരത്വവും സോഷ്യലിസവും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. ഭാഗ്യം കൊണ്ട് ആ കാര്യം അന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിശക്തമായി ഉത്തരം പറഞ്ഞുകൊണ്ട്, സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ, ഫിനാൻഷ്യൽ, എക്കണോമിക്കൽ ഐഡിയോളജിയാണ്. അങ്ങനൊരു ഐഡിയോളജി ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ മുമ്പാകെ നമ്മളിപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത് വരുന്ന തലമുറയോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്, അവരുടെ ചിന്താസ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള മറുപടി അംബേദ്കറെ പോലുള്ള ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ദൈവാധീനം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, കാരണം 76 അത് മാറി. അന്ന് ഡിമാൻഡ് ചെയ്തു, ഡിസ്കഷൻ നടന്നു, തീരുമാനമെടുത്തു വേണ്ട എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റിൽ. 76 ആരാ ഡിമാൻഡ് ചെയ്തത്? അങ്ങനെ ആരെങ്കിലും അറിയാമോ? ആരെങ്കിലും നോട്ടീസ് കൊടുത്തോ സെക്യുലറിസവും സോഷ്യലിസവും പ്രിയാമ്പിളിൽ കൊണ്ടുവരണമെന്ന്? എവിടെയാണ് ഡിസ്കഷൻ നടന്നത്? ഡിസ്കഷൻ നടക്കാൻ പ്രതിപക്ഷം ഉണ്ടായിരുന്നോ പാർലമെൻറ്റിൽ? എല്ലാവരും ജയിലിലായിരുന്നില്ലേ? അപ്പം നീദർ ഡിമാൻഡഡ് നോർ ഡിസ്കസ്ഡ്, ദ ഡിസിഷൻ വാസ് ബുൾഡോസ്ഡ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പല അംശങ്ങളും, ലാംഗ്വേജ് ഡിബേറ്റ്, നാഷണൽ സോങ് ഡിബേറ്റ്, സെക്യുലറിസം ഡിബേറ്റ്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ നിന്നെടുത്ത് വിചാരകേന്ദ്രത്തിൻ്റെ സ്ഥാനീയ സമിതികളിൽ ഒരല്പം ലോ, ഒരല്പം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ള ആൾക്കാർ നല്ല പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്ത് ഈ വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ചർച്ചകളിൽ ഇത് ഉണ്ടാക്കണം. അപ്പം മാത്രമേ ഇപ്പോൾ നമ്മുടെ പല ലോ സ്റ്റുഡൻസിന് പോലും, ഞാൻ ആരെയും അവമാനിക്കാൻ പറയുന്നതല്ല, ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ് എന്ന് പറഞ്ഞൊന്നുണ്ട് എന്നും അത് പാർലമെൻറ്റ് പ്രസിദ്ധീകരിച്ചത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഇപ്പോഴും വിലയ്ക്ക് കിട്ടുമെന്നും 4500-5000 രൂപ കൊടുത്താൽ ആ ബൃഹത്തായിട്ടുള്ള പുസ്തക ശേഖരം മുഴുവനായിട്ട് നമുക്ക് കിട്ടുമെന്നും അതിൽ നിന്ന് ഭാരതത്തിൻ്റെ ആ ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കാമെന്നും പലർക്കും അറിയില്ല, പലരും അത് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും എല്ലായിടത്തും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സ്ഥാനീയ സമിതികളിൽ, ചർച്ചാ സമിതികളിൽ, പ്രബന്ധ സമ്മേളനങ്ങളിൽ പ്രബന്ധ വിഷയമാക്കാവുന്നതാണ്. ഓരോ ചെറിയ അംശം എടുത്തിട്ട് എന്താണ് ഡിബേറ്റ് നടന്നത് എന്ന് എടുത്തിട്ട് പറയാവുന്ന. ഇപ്പോൾ ആർട്ടിക്കിൾ 1 കുറിച്ച് നടന്ന ഡിബേറ്റ് വളരെ സുന്ദരമാണ്. ആ ഡിബേറ്റ് ഒന്ന് വായിക്കേണ്ടതാണ്. അതിലെ അഭിപ്രായങ്ങൾ, സേഠ് ഗോവിന്ദദാസൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാൽ നമുക്കൊരു സംഘശാഖയിലെ അല്ലെ വിചാരകേന്ദ്രത്തിൻ്റെ ബൗദ്ധിക്കാണെന്നേ തോന്നുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്താൻ അയാളുടെ യഥാർത്ഥ പേരാണ് വിളിക്കേണ്ടത് എന്നാണ്. ഭാരതമാണ് വേണ്ടത്, ഒരു തർക്കത്തിനിടയില്ലാത്തവണ്ണം ഭാരതമാണ് വേണ്ടത് എന്ന്. ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതമാണല്ലോ. അല്പമെങ്കിലും നല്ല കാര്യം ഇറ്റ് വാസ് ഭാരത് എന്ന് പറഞ്ഞില്ല, ഇറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞതുകൊണ്ട് നല്ലത്. ഏതായാലും ആ ഡിസ്കഷനിൽ അയ്യോ എനിക്ക് പറ്റൂല എന്ന് അല്ല, അതിൻ്റെ പ്രക്രിയകളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചർച്ചകളിലൂടെ, ജനങ്ങളുടെ ചർച്ചകളിലൂടെ ഈ കാര്യം വരണം. നിങ്ങളെപ്പോലെ 140 കോടി ഇല്ലെങ്കിൽ ഒരു 40 കോടി 50 കോടി ആളുകളെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടത് മാറുന്നില്ലേ? മാറാത്തതൊക്കെ മാറി തുടങ്ങിയില്ലേ? മാറില്ല എന്ന് വിചാരിച്ചതൊക്കെ മാറി തുടങ്ങിയില്ലേ? അപ്പോൾ അതുപോലെ ഇതും മാറും. ശരി.
1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷവും ആരാണ് ഈ ഒരു കാര്യത്തിന് ത്വരങ്കം വെച്ചത്? ഏത് കാര്യത്തിൽ? വന്ദേ മാതരം എന്നുള്ള ആ ദേശീയ ഗാനം വേണ്ട എന്ന് ആരാണ് ശാഠ്യം പിടിച്ചത്? കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ആഗ്രഹിച്ചിരുന്നില്ലേ? അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്, ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് AC കണ്ണൻ നായർ. AC കണ്ണൻ നായരുടെ ഭവനത്തിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ അതിസുന്ദരമായ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് ഭാരതാംബയുടേതാണ്. അങ്ങനെ ഒട്ടനവധി നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഹൃദയത്തിലുള്ള ആ മന്ത്രം എങ്ങനെയാണ് ഇല്ലാതായത്? രണ്ടാമത്, അത്രമാത്രം സെക്യുലറിസത്തിന് പ്രാധാന്യം 47-കളിൽ ഉണ്ടായിരുന്നോ? 10-25 വർഷത്തിന്, 24 വർഷത്തിന് ശേഷമല്ലേ സെക്യുലറിസം എന്നുള്ള ആശയം ഭരണഘടനയോട് ചേർത്തത്? ഈ ഒരു ഇൻ്റർവെല്ലിൽ എന്താണ് സംഭവിച്ചത്? ഇനി നാളെ സെക്യുലറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ഇത്, അതുകൊണ്ട് മറ്റൊന്നും പാടില്ല, അതിൻ്റെ ഉദാഹരണമാണ് മലപ്പുറം ജില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വാദം വന്നാൽ അതിനപ്പുറവും സംഭവിക്കില്ലേ? എന്താ സംശയം? ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. വളരെ വിശദമാക്കാൻ സമയക്കുറവുകൊണ്ട് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറയാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതായാലും അതിന് വഴിപ്പെടുന്നില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിക്കുന്ന രണ്ട് വീക്ഷണകോണുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അന്നും ഇന്നും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തെക്കുറിച്ചുള്ളൊരു ഭാരതീയ വീക്ഷണമുണ്ട്, ഭാരതത്തെക്കുറിച്ചുള്ളൊരു അഭാരതീയ വീക്ഷണമുണ്ട്. ഭാരതത്തെക്കുറിച്ചുള്ള ഭാരതീയ വീക്ഷണം എന്ന് പറയുന്നത് ഭാരതം പുരാതനവും നിത്യനൂതനവുമായൊരു സംസ്കാരത്തിൻ്റെ നാടാണ്. ഈ ഭാരതമെന്ന നാമവും ഭാരതമെന്ന സംസ്കാരവും എത്രയോ കാലങ്ങളായി ഇവിടെ ഉള്ള ഒന്നാണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ അത് ഒന്നൊന്നായി പറയുന്നില്ല. അതിൻ്റെ ഒരു ആധുനിക ആവിഷ്കാരമാണ് ഇവിടെ പറഞ്ഞതുപോലെ വന്ദേ മാതരം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഭാരതത്തിൽ. അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എന്നാൽ രണ്ടാമതൊരു വിഭാഗം ഭാരതത്തെക്കുറിച്ചുള്ള ഒരു നോൺ ഭാരതീയ, അഭാരതീയ വീക്ഷണം. എന്താ അഭാരതീയ വീക്ഷണം? ഭാരതം പൗരാണികമോ പ്രാചീനമോ എന്ന് പറയുന്ന ഒന്നല്ല, ഇതൊരു ബ്രിട്ടീഷ് സൃഷ്ടിയാണ്, ഒരു നവരാഷ്ട്രമാണ് ഭാരതം, പുതിയ രാഷ്ട്രമാണ്. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് മാത്രം രൂപപ്പെട്ട, അവൻ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയതുകൊണ്ട്, അവൻ പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കിയതുകൊണ്ട്, അതിൻ്റെ പേരിൽ ഒന്നായി തീർന്ന ഒന്നാണ് ഈ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആളുകൾ. അവർക്കിതിൻ്റെ പൗരാണികത്വമോ ഇതിൻ്റെ ഈ വേദപ്രമാണ്യമോ അതിൻ്റെ ആവിഷ്കാരം എന്നതിൽ വന്ദേ മാതരത്തെയോ കാണാൻ സാധിക്കില്ല. ഇതിലൊക്കെയും വർഗീയത കാണാനേ അവർക്ക് സാധിക്കുള്ളൂ. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അന്ന് നടന്നത്. വന്ദേമാതര പ്രക്ഷോഭം അല്ലെ സ്വദേശി പ്രക്ഷോഭം 1905 നടക്കുമ്പോൾ ആദ്യത്തെ വിഭാഗത്തിന് മേൽക്കൈ ഉണ്ടായിരുന്നു. അന്നിവരില്ല എന്നൊന്നും പറയാൻ സാധ്യല്ല, ഇക്കൂട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേൽക്കൈ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ പിന്നീട് പതിയെ പതിയെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ ഉദാഹരണമായി കാണിക്കാനുണ്ട് എങ്ങനെയാണ് ഈ രണ്ടാമത്തെ വിഭാഗം മേൽക്കൈ നേടിയത് എന്ന്. പല കാരണങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് മേൽക്കൈ വന്നപ്പോഴാണ് 1923 കാക്കനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ ഒരു നേതാവായ മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ. വിഷ്ണു ദിഗംബര പാലുസ്കർ എന്ന അനുഗ്രഹീത ഗായകൻ വന്ദേമാതരം പാടാൻ വേണ്ടി, പതിവ് പോലെ വന്ദേമാതരം പാടാൻ വേണ്ടി വന്നു. മുഹമ്മദ് അലി എതിർത്തു. ആരാ എതിർത്തത്? മുഹമ്മദ് അലി എന്ന വ്യക്തിയല്ല, ഞാൻ പറയുന്നില്ല, ഈ വിചാരധാരയാണ് എതിർത്തത്. ഭാരതത്തെ സംബന്ധിച്ച അഭാരതീയ മതപരമായ വിചാരഗതിയുള്ള ആൾക്കാർ എതിർത്തു. അതിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് മുഹമ്മദ് അലി എഴുന്നേറ്റു. പക്ഷേ വിഷ്ണു പാലുസ്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇച്ഛാശക്തിയുടെ ആരൂപമായിരുന്ന പാലുസ്കർ പറഞ്ഞു, പാടാനാണ് ഞാനിവിടെ വന്നെങ്കിൽ പാടിയിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുഴുവൻ പാടി. പാടുന്നത് കേൾക്കാതിരിക്കാൻ ചെവിയിൽ വിരൽ തിരികിക്കൊണ്ട് ഈ മുഹമ്മദ് അലി എന്ന വർഗീയവാദി പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുന്നതൊക്കെ സഹിക്കാം, പക്ഷേ പിന്നെ നടന്നതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഗാനം തീർന്ന് ഭാരത് മാതാ കി ജയ് കഴിഞ്ഞപ്പോൾ പുറത്തു വരാതെ നിന്നിരുന്ന ഈ വിദ്വാൻ തിരിച്ചു വന്ന് അധ്യക്ഷ സ്ഥാനത്തിരിഞ്ഞു. ഈ മുൻവരിയിൽ പലപ്പോഴും ഞാൻ പറയാറുള്ളത്, കടമനിട്ട കവിതയിൽ പറയുന്നത്, മുൻവരിയിൽ ചുമ്മാ മുറുക്കിച്ചുവപ്പിച്ചും ഇരിക്കുന്ന കുറേ കരനാഥന്മാരുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല.
അവരിൽ ഒരാൾ പോലും തൻ്റെ ഇടത്തോട് ഉയർന്നു നിന്ന് എൻ്റെ അമ്മയെ ആദരിക്കാൻ മനസ്സില്ലാത്ത, ഭാരതത്തെ ആദരിക്കാൻ മനസ്സില്ലാത്ത ആൾ ഇനി ഇതിൽ അധ്യക്ഷനായിരിക്കേണ്ടതില്ല എന്ന് പറയാൻ മുൻവരിയിലിരുന്ന ഒരാളും തയ്യാറായില്ല. ഇതൊരു വലിയ പ്രതീകാത്മകമായ സംഭവമാണ്. 23 സംഭവം നമ്മളിങ്ങനെ പറഞ്ഞു പോകും. മുഹമ്മദ് അലി എതിർത്തു. മുഹമ്മദ് അലി എതിർത്തിടത്ത് കഥ തീരുന്നില്ല. എതിർത്ത മുഹമ്മദ് അലിക്ക് എതിർപ്പ് കേവലം വന്ദേമാതരത്തോടെ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് വേണമായിരുന്നു. ഇന്ന് തിരിച്ചു വന്ന് സ്ഥാനത്തിരുന്നു, സഭാ നടപടികൾ നിയന്ത്രിച്ചു. ആ വിഭാഗം വീണ്ടും ശക്തി ആർജിച്ചു. ആ ശക്തി ആർജിച്ചാണ് 937 എത്തുമ്പോഴേക്കും ഇതിൻ്റെ 3 ഖണ്ഡിക, അതായത് ദേശമെന്ന ഭാഗം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ദേശമെന്ന ഭാഗം, കോട്ടി കണ്ഠ കളകള നിനാദ കരാളി, അതുമാത്രം. അതിനുശേഷം സുജലാം സുഫലാം മാതരം, അത് മാത്രമേ ഉള്ളൂ, അതാണ് ദേശഭാഗം. അതിനുശേഷമുള്ള ജനഭാഗം കോടി കണ്ഠ കളകള നിനാദ. അതിനുശേഷമുള്ള ധർമ്മഭാഗം തുമി വിദ്യ തുമി ധർമ്മ തുമി ഹൃദി തുമി മർമ്മ തുടങ്ങുന്ന നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള വർണ്ണനയുള്ള ഭാഗം മുറിച്ചു കളയുന്നതിലേക്ക് ഒരു 14 വർഷം കൊണ്ട് എത്തിച്ചേർന്നു. അതിന് കുറച്ചുകൂടെ ചെല്ലുമ്പോഴേക്കും ഭാരതത്തെ തന്നെ വെട്ടിമുറിക്കാനുള്ള കരുത്ത് ഈ കൂട്ടർക്ക് കിട്ടി. അവർക്ക് ശക്തി ആർജിച്ചു. അവർക്ക് എല്ലാ തരത്തിലുള്ള നിയന്ത്രണവും കിട്ടി. അതിനിടയിൽ നിന്ന് ഐഡിയോളജിക്കൽ ചേഞ്ച് പോലും, നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്, മുമ്പ് ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. 936 AICC സമ്മേളനം ലക്നൗവിലായിരുന്നു. ആ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. നെഹ്റു ആ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ചരിത്രകാരന്മാർ എതിർക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് രജനി പാമേദത്ത് പറഞ്ഞുകൊടുത്ത, ഡിക്റ്റേറ്റ് ചെയ്ത എന്ന് ഞാൻ പറയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ ഇൻചാർജ് ഇംഗ്ലണ്ടിൻ്റെ, അതിൽ കമ്മ്യൂണിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും അപദാനങ്ങൾ പാടുകയാണ് നെഹ്റു ആ അധ്യക്ഷ പ്രസംഗത്തിൽ നടത്തിയത്. വീണ്ടും ശക്തി ആർജിക്കാണ് രണ്ടാമത്തെ വിഭാഗം. ഇങ്ങനെയെല്ലാം സ്വരുക്കൂട്ടി വന്ന ഈ കരുത്ത് ഉപയോഗിച്ചിട്ടാണ് ആദ്യ വിഭാഗത്തെ ഇല്ലാതെയാക്കി. ആദ്യ വിഭാഗത്തെ എല്ലാ മേഖലകളിൽ നിന്നും ഇല്ലാതാക്കി. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് കലാകാരന്മാരെ, ശാസ്ത്രജ്ഞന്മാരെ എല്ലാവരെയും ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട്, അതിന് പറയേണ്ട ഒരു പേരുണ്ട്, പക്ഷേ ഇവിടെ അമ്മമാരും സഹോദരിമാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ പദം ഉപയോഗിക്കാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അതിനെയാണ് ഞാൻ വളരെ ലഘുവായ പദത്തിൽ പറഞ്ഞത്. പൗരുഷമില്ലാതെയാക്കി, ഭാരതീയൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള കരുത്തില്ലാതെയാക്കി. അങ്ങനെയാണ് സംഭവിച്ചത്. അത് വീണ്ടും തുടർന്നു പോകുന്നു. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ ചോദ്യത്തിൻ്റെ ഭാഗത്ത് അത് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതുമാണ്. സമയം അധികമാവുകയാണ്. ഒരു അറിയിപ്പുണ്ട്. ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഈ സഭ കഴിഞ്ഞാൽ ഉടനെ ഈ സ്റ്റേജിന് അരികിൽ വരേണ്ടതാണ്. സുദർശൻജിയും പങ്കെടുക്കുന്നത്. ഈ ഭാരതം നിത്യനൂതനവും പുരാതനവുമാണെന്ന് അങ്ങ് ഇവിടെ പറഞ്ഞു. മാത്രമല്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാസഭഗവാൻ രചിച്ച മഹാഗ്രന്ഥത്തിന് മഹാഭാരതം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന് എൻ്റെ ഒരു സംശയമാണ്. ഇതാണ് എൻ്റെ ചോദ്യം. കുറേ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമല്ലേ. അങ്ങനെ മഹാനായ രാഷ്ട്രപുത്രൻ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പക്ഷേ അതിപ്പോൾ പത്രക്കാരൊക്കെ ഇരിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. നാളത്തെ ഹെഡ്ലൈനൊന്നും വരേണ്ട ആവശ്യമില്ല. അത് അപ്പോൾ അങ്ങനത്തെ ചർച്ചകളിലേക്ക് കിടക്കാം. ഒരു ആരാധ്യമായ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പല രാഷ്ട്രങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം നമുക്കും വേണോ അങ്ങനെ ഒരു പിതാവ് എന്ന് കുറച്ച് ആൾക്കാർക്ക് തോന്നി. പിന്നെ അദ്ദേഹത്തെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിളിച്ച ആളെക്കുറിച്ച് നിങ്ങൾക്ക് എതിർപ്പുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാന്നറിയാലോ അല്ലേ? നേതാജിയാണ് വിളിച്ചത് ആദ്യം. അപ്പോൾ നേതാജിക്ക് ഈ ചരിത്രമൊന്നും അറിയാത്ത ആളല്ല. ബഹുമാന്യമായൊരു പദവി. അത് ഈ പ്രസംഗത്തിലൊക്കെ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞൊരു പ്രയോഗമായിട്ട് കണക്കാക്കിയാൽ മതി. അത് ഭരണഘടനാപരമായൊരു പദവിയാക്കിയൊന്നും മാറ്റേണ്ടതുണ്ടായില്ല. അങ്ങയുടെ അഭിപ്രായത്തോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത്. ഇക്കാര്യത്തിൽ ബഹുമാന്യനാണ് അദ്ദേഹം. കാരണം നമ്മുടെ പ്രസ്ഥാനം നിത്യേന ജീവിതം, ഓരോ ദിവസത്തെയും ജീവിതം തുടങ്ങുന്ന സമയത്ത് സ്മരിക്കുന്ന പ്രാതസ്മരണീയരായ ആളുകളിൽ ഒരാളാണ് മഹാത്മാഗാന്ധിരാദ്രത, ആദരണീയനായ മഹാത്മാഗാന്ധി എന്ന് നമ്മൾ പറയുന്നുണ്ട്. പറഞ്ഞ പോലെ ഇത്രയും പ്രാചീനമായ ഒരു രാഷ്ട്രത്തിൻ്റെ അത്തരമൊരു സ്ഥാനത്തേക്ക് പറയണമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ചയുണ്ട്, തർക്കമുണ്ട്. ഇരിക്കട്ടെ. ഞാൻ ഈ ചോദ്യത്തിനൂടെ ഉത്തരം പറയാം. എന്താ സുധീർജി, എവിടെ ഇരുന്നാ സുധീർജി അനൗൺസ് ചെയ്ത ഈ കാര്യം?
ശരിയാണോ? ഈ ചോദ്യം കൂടി എനിക്കും പോകേണ്ടതുണ്ട്. 1937 കോൺഗ്രസ് വിഷനിൽ ഒഴിവാക്കിയ 3 സ്റ്റാൻസ വീണ്ടും കൊണ്ടുവരാനുള്ള വല്ല ശ്രമങ്ങളും ഉണ്ടോ ഏതെങ്കിലും പക്ഷത്തു നിന്ന്? അത് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമല്ലേ ഇത്തവണത്തെ ഔദ്യോഗിക പരിപാടിയിൽ തന്നെ അത് പൂർണ്ണമായിട്ടല്ലേ ചൊല്ലിയത്. നമ്മൾ കണ്ടില്ലേ അത്. ഇത്തവണ ബഹുമാന്യ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ പല രാഗത്തിൽ, രാഗമാലികയുടെ രൂപത്തിൽ എത്ര സുന്ദരമായി മുഴുവൻ ഭാഗവും പാടി. ഇതിനു മുമ്പേ ഇത് ഔദ്യോഗികമായ സർക്കാർ പരിപാടിയായിരുന്നു. അതിനു മുമ്പ് സംഘത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം വന്നപ്പോഴും പരിപൂർണമായിട്ടുള്ള വന്ദേമാതര ചൊല്ലിയത്. പരിപൂർണമായത് തന്നെയാണ് ചൊല്ലേണ്ടത്. അതിൽ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവാനേ പാടില്ല. ഈ വിട്ടുവീഴ്ച ചെയ്താണ് നമ്മൾ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്കൊന്നും യാതൊരു അവകാശമില്ല, ആവശ്യമില്ല. അത് നാളെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു അന്തരീക്ഷമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 875 തുടങ്ങുന്നതിന് പകരം കുറച്ചുകൂടി 1750 മുതൽ ചരിത്രം തുടങ്ങി 2025 നവംബർ 7 നിർത്തിയത് വന്ദേമാതരത്തെ. അപ്പോൾ വന്ദേമാതരം തിരിച്ചു വരികയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ വരികയാണ്. വന്നേ മതിയാവുകയുള്ളൂ. കാരണം ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ഉള്ള ശക്തി അതിന് മാത്രമേ ഉള്ളൂ. ഈ ഖുദിറാം ബോസും പ്രഫുല്ല ചക്കിയും അല്ലെങ്കിൽ ഭഗത് സിംഗും രാജഗുരുവുമൊക്കെ ഏത് അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് മരണത്തിൻ്റെ ആ വലിയ ഭീകരമായ വക്രത്തിലേക്ക് കുതിച്ചാടിയത്? അത് വന്ദേമാതരം എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നതല്ല പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വന്ദേമാതരമാണ് പറഞ്ഞത്. അവരെല്ലാവരും വന്ദേമാതര പറഞ്ഞു. വന്ദേമാതരത്തിനു വേണ്ടി പ്രചരണം നടത്തിയിട്ടല്ല എല്ലാ ഭാഗത്തും വന്ദേമാതരം ഏറ്റെടുത്ത. അപ്പോൾ അതിൻ്റെ ശക്തി ഉണ്ട്. മന്ത്രം അതിൻ്റെ പൂർണ്ണതയിലും കൃത്യതയിലും ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന അപകടത്തിൻ്റെ ഒരു രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാരത വിഭജനം. കാരണം പറയാറില്ലേ, മന്ത്രം തെറ്റായി ഉച്ചരിച്ചാൽ തെറ്റായ ഫലങ്ങൾ ഉണ്ടാക്കും, തെറ്റായ ഫലം ഉണ്ടാക്കും. അതാണ് അസുരന്മാർക്കൊക്കെ പറ്റിയ അപകടമെന്ന് നമ്മുടെ പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് കുംഭകർണൻ ഉറക്കം തുടങ്ങിയതെന്ന്. നിർദേവത്വം എന്ന ചോദിക്കാൻ ആഗ്രഹിച്ചാണ് നിദ്രാത്വം എന്നായിപ്പോയി. ആ സമയത്ത് വികട സരസ്വതി നാവിൽ കയറിയിരുന്ന് കളിച്ചതാണ്. ഇപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗം ഇല്ലാതെയാക്കിയത്. വരും. ഇനിയിപ്പോൾ ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. അവിടെ നമുക്ക് ഇനി അസാധ്യമായിട്ടൊന്നുമില്ല ഭാരതത്തിന് മുമ്പിൽ. ഭാരതം ഇതെല്ലാം സാധ്യമാക്കും. ഒരു കാലത്ത് സംഭവിക്കുമോ എന്ന് സംശയമുള്ളതൊക്കെ ഇന്ന് നമ്മുടെ മുന്നിൽ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ സൗഭാഗ്യമുള്ള ആൾക്കാരാണ്. ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദാറ്റ് ഡോൺ ടു ബി അലൈവ് എന്ന് വേഡ്സ്വർത്ത് എഴുതിയൊരു കവിതയുണ്ട്, പ്രില്യൂഡ് എന്ന് പറയുന്നൊരു കവിത. അത്തരമൊരു സുന്ദരമായ പ്രഭാത സന്ധ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അഭിമാനത്തോടെ മുന്നോട്ട് പോകൂ, പൂർണ്ണ വിശ്വാസത്തോടെ പ്രവർത്തിക്കൂ. വന്ദേ മാതരം.